നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കൊല്ലത്ത് സമാപനം. വിഭാഗീയമായ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായും അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിന് പാർട്ടിയെ സജ്ജമാക്കും എന്ന് പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങുകയാണോ എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു: പാർട്ടി എന്നാൽ പിണറായിയോ? സംഘടനാ ശൈലികൾ പൊളിച്ചെഴുതിയോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നവർ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ MK ഹരിദാസ്, ഒപ്പം ഡോക്ടർ B ജയരാജ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദിലേക്ക്. ശ്രീ ഷാബു പ്രസാദ്, തെറ്റ് തിരുത്തി മുന്നോട്ടു പോകും, തിരുത്തൽ അനിവാര്യം, ഇതൊക്കെയായിരുന്നു സംഘടനാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലെ പരാമർശങ്ങൾ. പക്ഷേ അവസാന ദിവസം ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് തിരുത്തിയോ പാർട്ടി എന്നുള്ളതാണ്. ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇത് രണ്ടും മനുഷ്യരാശി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു തെറ്റും നുണയുമാണ്. അതുകൊണ്ട് തെറ്റിനെ തിരുത്തുന്നു എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. കാര്യം ആ പാർട്ടി എന്ന് പറയുന്നതും ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതും ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് വിടൂ, അതിനെപ്പറ്റി നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാര്യം അത് ഈ പറഞ്ഞ കാര്യം അവരുടെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാം. എന്നും ഇവർ ഭയപ്പെടുത്തിയും മാത്രമാണ് ഇവർ നിലനിന്നിട്ടുള്ളത്. ഇവിടെ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ ആയ കാലത്ത് ഇപ്പൊ MT വാസുദേവൻ നായർക്ക് അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ സോവിയറ്റ് യൂണിയനിൽ പോയ ആ കാലത്തിനെ പറ്റി. അവർക്ക് എല്ലാവരെയും ഭയമാണ്. അവർക്ക് അമേരിക്കയെ ഭയമാണ്, അവർക്ക് ചൈനയെ ഭയമാണ്, ലോകത്തിൽ വരുന്നവരെ മുഴുവനും സംശയമാണ്, ചുറ്റും ഉള്ളതിനെ മുഴുവനും അവർക്ക് പേടിയാണ്, സംശയമാണ്. ഇങ്ങനെയാണ് ഈ പാർട്ടി മുമ്പോട്ട് പോയിട്ടുള്ളത്. അതും അവരുടെ ഏറ്റവും അതിശക്തമായ കാലത്ത് പോലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുടെ ഈ ഇന്റേണൽ ജനാധിപത്യത്തിനെ പറ്റി ഇവർ ഒരുപാട് വാചാലരാവാറുണ്ട്. കാര്യം സ്വയം വിമർശനം നടത്തുന്നു, പാർട്ടിക്കുള്ളിൽ അവർക്ക് നേതാക്കന്മാരെ വരെ എത്ര വേണമെങ്കിൽ വിമർശിക്കാനുള്ള അവസരം കൊടുക്കുന്നു, അത് മറ്റേതെങ്കിലും പാർട്ടിക്കകത്തുണ്ടോ? ഇതൊക്കെ അവർ പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ചില അർദ്ധസത്യങ്ങൾ ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതായത് 3 വർഷം കൂടി ഇരിക്കുമ്പോൾ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ, ആ പാർട്ടി പ്രതിനിധികൾക്ക് അവർക്ക് എന്തും പറയാം. അവർക്ക് നേതാക്കന്മാരെ പിണറായിയെ വിമർശിക്കാം, ആരെയും അവർക്ക് വിമർശിക്കാം. അത് വലിയ കാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത്രയും കാലം പാർട്ടിക്കുള്ളിൽ ഇവരുടെ പാർട്ടി പ്രവർത്തകരിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന അമർഷം ഒന്ന് പുറത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി വാൽവായിട്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ 3 വർഷത്തിൽ ഈ ഒരു സമയത്തല്ലാതെ അവർക്ക് മിണ്ടാൻ പോലും പറ്റില്ല. അവർ മിണ്ടി അവർക്കൊരു സംതൃപ്തി, അവർക്കൊരു അതിൻ്റെതായ ഒരു തൃപ്തി ലഭിച്ചു. ഞങ്ങളുടെ പാർട്ടി വലിയ സംഭവമാണെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു. അതവിടെ കഴിയുകയും ചെയ്തു. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതും സംഭവം നടക്കുന്നതുമൊക്കെ പാർട്ടിയിലെ ചില ഉന്നത ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അപ്രമാദിത്വമുള്ള ചില നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ആയിരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കൊല്ല സമ്മേളനം കഴിയുമ്പോഴും നാം കാണുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒന്നും അത്ഭുതമാണ്. ഈ പാർട്ടി എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നും ഈ പാർട്ടി ഇങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തെറ്റുതിരുത്തും എന്ന് പറയുന്നു. എന്നിട്ട് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് അന്ന് ചെയ്തത് അന്ന് എതിർത്തിരുന്നത് അതേപടി ഇപ്പോൾ സ്വീകരിക്കുന്നു. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതുള്ളൂ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പാർട്ടി ഇന്ത്യയിലെന്നല്ല ലോകത്തെല്ലായിടത്തും പോകുന്നത്. ആലോചിച്ച് നോക്കൂ, 1921 പാർട്ടി തുടങ്ങിയെന്ന് ഒരു പാർട്ടി പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അല്ല 25 പാർട്ടി തുടങ്ങിയെന്ന് വേറൊരു പാർട്ടി പറയുന്നു. എന്താണെങ്കിലും അവർക്ക് തന്നെ പറയണമെന്നില്ല ഇവരെന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആദ്യത്തെ ഈ പാർട്ടി തുടങ്ങിയപ്പോഴത്തെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുടെ ഒരു ചിത്രമെങ്കിലും ഇവരുടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ പാർട്ടി സമ്മേളനങ്ങളിലോ
ഒന്ന് ആലോചിച്ച് നോക്കൂ. അവനി മുഖർജിയുടെയോ ഇവരുടെ അങ്ങനെയുള്ള ആ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരുടെ ഒരു ചിത്രം കണ്ടാൽ തിരിച്ചറിയാൻ പോലും ഇവർക്ക് കഴിയും. അവർ തിരിച്ചറിയാൻ പോലും കഴിയും. ഇവർക്ക് തന്നെ ധാരണയില്ല. സ്വന്തം പാർട്ടി സ്ഥാപക നേതാക്കന്മാരുടെ ചിത്രം പാർട്ടി പരിപാടികളിൽ വെക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ജീർണത എന്ന് പറയുന്നത്, അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ദയനീയമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു 100% പരാജയപ്പെട്ട പ്രസ്ഥാനമാണ്. ഈ പ്രത്യയശാസ്ത്രമാണ്. അതിന് വേറെ നമ്മളൊന്നുകൂടെ ആലോചിച്ച ചില കാര്യങ്ങൾ ശ്രീ പ്രസാദ്, താങ്കളിലേക്ക് എത്താം. കണക്ടിവിറ്റിയിൽ ചില സാങ്കേതിക തകരാറുകളുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം താങ്കളിലേക്ക് എത്താം. ശ്രീ എം കെ ഹരിദാസിലേക്ക് പോവുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച വേളയിൽ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചത് പാർട്ടിക്ക് ചില ദൗർബല്യങ്ങളുണ്ട് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വകുപ്പുകളെയും സംബന്ധിച്ചുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ദിവസം അതിൻ്റെ ഒരു ആകത്തുക പരിശോധിക്കുകയാണെങ്കിൽ ഈ ദൗർബല്യങ്ങളൊക്കെ മാറ്റുന്നതിന് പാർട്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങൾ പാർട്ടി തെറ്റുതിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ വിമർശനങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല. പ്രശംസ ആവോളം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് പല ഇളവുകളും നൽകി. ഇഷ്ടക്കാർ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിലടക്കം വന്നു, വീണ്ടും അവരോധിക്കപ്പെട്ടു. അങ്ങനെ പാർട്ടി ഒരു വ്യക്തിയിലേക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളവരിലേക്കും മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത്? നമുക്ക് ഈ പാർട്ടിയുടെ പേര് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാക്കിയിട്ട് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് അതിൽ കമ്മ്യൂണിസം ഒന്നും ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ ഇപ്പൊ എവിടെയും കമ്മ്യൂണിസത്തിന്റെ ഒരു ലാഞ്ചന പോലും എവിടെയും കാണാനില്ല. അപ്പൊ അത് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് ഈ CPM-ന്റെ ഫുൾ ഫോം വന്ന് ചേർന്ന് നിൽക്കുന്നത്. ഈ പിണറായി വിജയന് പ്രായത്തിന്റെ പരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തെ കുറിച്ചിട്ട് EP ജയരാജൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് വല്ലാണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ആരാണുള്ളത്? അദ്ദേഹം അത് ദ്വയാർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ആരാണുള്ളത് എന്നുള്ള ആ ഒരു ചോദ്യത്തില് 100 ഒളിയമ്പുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വേറെ ആരും ഇല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയെ മുൻപോട്ട് നയിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി പൂതലിച്ചു. അതാണ് MA ബേബി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രേണുക എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തില് ദൗർബല്യങ്ങൾ മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് CPM കേരളത്തിൽ മാറി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പാർട്ടിയുടെ ആദ്യത്തെ ഘടന. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി ഒരിക്കലും മുൻപോട്ട് പോയിട്ടില്ല. ആ വ്യക്തി പറയുന്നത് മാത്രമാണ് ശരി എന്ന നിലയിൽ പാർട്ടി മുൻപോട്ട് പോയിട്ടില്ല. ഇതിപ്പോ കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും നിങ്ങൾ അങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താ. എനിക്ക് ഈ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ മെസ്സഞ്ചറിൽ കയറിയിട്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, അപ്പൊ മെസ്സഞ്ചറിൽ കയറിയിട്ട് ചോദിക്കുന്നത് നിനക്കെന്താടാ പിണറായി വിജയൻ ഞങ്ങളെ നയിക്കുന്നത് കൊണ്ടും പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്നത് കൊണ്ടും നിനക്ക് എന്താ എന്നുള്ള ചോദ്യം ധാരാളമുണ്ട്. പക്ഷെ അപ്പൊ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്, വേറൊന്നുമല്ല പറയുന്നത്. ആ പാർട്ടിയുടെ ആ പേര് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള നമ്മൾ ഇത് തൊഴിലാളി വർഗാധിഷ്ഠിത പാർട്ടിയാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റും ബൂർഷ്വയും ഒരുപോലെയാണെന്ന് പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് എനിക്ക് വലിയ ഒരു പ്രചോദനമായിരുന്നു. വർഗബോധമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ബൂർഷ്വയ്ക്ക് തുല്യമാണെന്നുള്ള കാര്യം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് മുൻപോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ബൂർഷ്വ ആവണമെങ്കിൽ
ബൂർഷയെ ഒതുക്കണമെങ്കിൽ ബൂർഷയുടെ അച്ഛനാവണം എന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ പുറത്താണ് ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ജി സുധാകരന്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം. അതും സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വരെ അദ്ദേഹം ആ കവിത എഴുതിയെങ്കിലും ആ കവിത പുറത്തേക്ക് വിട്ടത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഇടയിലാണ്. അതിൽ കുന്തവും കുടച്ചക്രവും എന്ന വാക്കിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഹെഡിങ്ങിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങി. ആ വ്യക്തി പറയുന്നത് മാത്രമാണ് സിദ്ധാന്തങ്ങളും പാർട്ടി നടപ്പിലാക്കേണ്ടതും എന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിയിട്ടുള്ളതിലെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുക, വലിയൊരു വിഭാഗത്തിന് അങ്ങേയറ്റം, വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേയറ്റം നിരാശയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിരാശ 2026 സംസ്ഥാനത്തിന്റെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മൂന്നാമതൊരു അധികാര സ്ഥാനത്തിലേക്ക് എത്താൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിക്കാതെ വരും. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ പോലെ ചതിച്ചിട്ട് മറ്റവർ ജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൂത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അല്ല, പ്രവർത്തകരല്ല CPM എന്ന് പറയുന്ന പാർട്ടിയിലുള്ളത്. ഇവിടുത്തെ നിലവിലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മൂന്നാമത് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും കോൺഗ്രസ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിലെ അമിതമായ ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ട് അധികാരം മൂന്നാമതും പിണറായി വിജയൻ അല്ലെങ്കിൽ CPM-ലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അപച്യുതി അത് ബംഗാളിന് തുല്യമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രേണുക. അതെ, ശ്രീ MK ഹരിദാസ്, അത് മാത്രമല്ല, ഈ നിരാശ മാത്രമല്ല, വലിയ രീതിയിലുള്ള അമർഷവുമുണ്ട്. അതായത് പത്മകുമാർ, മുൻ MLA, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മണിക്കൂറുകൾക്ക് മുൻപാണ് അത് പങ്കുവച്ചത്. അതായത് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം, ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ബുക്കിലൂടെ കുറിച്ചത്. പക്ഷേ ഇത് ചർച്ചാ വിഷയമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം പുകയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഏകാധിപതിയെ അല്ലെങ്കിൽ സർവാധികാരിയെ ആര് എതിർക്കും? ആരും വിമർശന സ്വരം പോലും ഉന്നയിക്കാൻ തക്കവണ്ണം ആ പാർട്ടി ആർക്കൊക്കെയോ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, സാധാരണ സമ്മേളനത്തിൽ നമുക്കറിയാം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഈ സംഘടനാ റിപ്പോർട്ടിന്മേൽ വിമർശനങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ രീതിയിൽ ഇനി മുന്നേറണമെന്നുണ്ടാകും, സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടാകും, പാർട്ടി സ്വീകരിക്കേണ്ട നയം, അതിന്മേൽ സർക്കാർ സ്വീകരിക്കേണ്ട നയം, ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും ചർച്ചയാകുക. പക്ഷേ ഇതൊക്കെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശന സ്വരങ്ങളൊക്കെ ഉയർന്നെങ്കിലും നമ്മൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞതുപോലെ സമാപന ദിവസം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ യാതൊരു തിരുത്തലും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിഭാഗീയത അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിരുദ്ധ പക്ഷത്തെ ഒതുക്കുന്ന ഒരു നിലപാടും കണ്ടതാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള ശക്തിക്കെതിരെ ഒരു വിരുദ്ധ പക്ഷവും അല്ലെങ്കിൽ ആരുടെയും എതിരഭിപ്രായം ഉയർന്നു വരരുത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനി പാർട്ടിയിൽ തുടർ സ്ഥാനങ്ങളിലേക്ക് എത്തുകയില്ല, സംസ്ഥാന കമ്മിറ്റിയിലേക്കോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കോ ഒക്കെ എത്തുകയില്ല, അതിന് ഏത് മുതിർന്ന നേതാവും എന്ന് അരക്കിട്ടുറപ്പിക്കുന്ന ചില നീക്കങ്ങളും ഇത്തവണ ഉണ്ടായി. അതുകൊണ്ട് ഈ സംഘടനാ റിപ്പോർട്ട് എന്നതിലുപരി ഏറ്റവും ഒടുവിലായി അതൊരു നയരേഖയാണ്, അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നയരേഖയാണ്. അത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കേരളത്തിൻ്റെ പുതിയ മാനിഫെസ്റ്റോ എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യം. ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഏറെ ദുർബലനാകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുകയാണ്. പാർട്ടിയാണോ വലുത്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വലുത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വ്യക്തിയിൽ അധിഷ്ഠിതമല്ല ഈ പാർട്ടി എന്ന് സ്വയം വാദിക്കുമ്പോഴും വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണത്. പിന്നെ ഒരു കാര്യമുണ്ടെന്നേ, ഇപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ട്, ആത്മവിമർശനം, ഇന്റേണൽ ഡെമോക്രസി, ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് ഈ തൽക്കാലത്തേക്ക് മനുഷ്യൻ അവരുടെ തന്നെ അണികളെ വിദഗ്ധമായി കളിപ്പിക്കാനുള്ള, വിഡ്ഢികളാക്കാനുള്ള ചില ഉപായങ്ങൾ മാത്രമാണ്. അവർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്നു, അവസാനം പാർട്ടി തീരുമാനം എന്ന ആ ഒരു ഉരുക്കു പോലെയുള്ള ഒരു തീരുമാനത്തിന്റെ മുമ്പിൽ അവർ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നിശബ്ദരായിക്കൊള്ളും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇത് രണ്ടും കൂടി ചേർന്നുള്ള വളരെ തന്ത്രപരമായ ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും എടുത്തിരിക്കുന്നത്, ഏത് കാലത്തും എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഒരേപോലെ തന്നെ ജനകീയതയും പാർട്ടിക്കുള്ളിലും പുറത്തും നല്ല ജനകീയതയുള്ള
പല നേതാക്കന്മാർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം നായനാരും അച്യുതാനന്ദനും ഒരേ സമയം ഒരേപോലെ വന്നിരുന്നു. നായനാര്, അച്യുതാനന്ദൻ, അതേപോലെ ശിവദാസ മേനോൻ, KR ഗൗരിയമ്മ, ഇങ്ങനെയുള്ള കുറെ അധികം നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇത്രയധികം ഈ രീതിയിലുള്ള അടിച്ചമർത്തൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനൊരു പരിധി ഉണ്ടായിരുന്നു. എന്നാൽ അതും കൂടി ആ രീതിയിൽ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ എന്ന രീതിയിൽ ഞാനല്ലാതെ വേറൊരു നേതാവ് ഇതിൻ്റെ അകത്ത് വേണ്ട, എൻ്റെ ശബ്ദമായിരിക്കണം അവസാന വാക്ക് എന്ന നിലയിലേക്ക് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് പാർട്ടിയെ മാറ്റിയെടുക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് വളരെ ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് വിരോധികളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല ഒരു വാർത്തയാണ്. കാര്യം ആ പാർട്ടി എത്രയും പെട്ടെന്ന് മുടിഞ്ഞു പണ്ടാരമടങ്ങാൻ ഈ ഒരു മാറ്റം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം ഇവിടെ ശ്രീ ബഹുമാനപ്പെട്ട ഹരിദാസ് ഇവിടെ പറഞ്ഞു, എനിക്ക് യാതൊരു സംശയമില്ല, ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അതാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഈ CPM തന്നെ, ഈ ഇടതുപക്ഷം തന്നെ തിരിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരും, അവർ അധികാരത്തിൽ തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണമുണ്ട്. അതായത് ഒന്ന്, ഇത്രയും കാലം ഈ പാർട്ടിയെ ചുമന്നുകൊണ്ട് നടന്ന കേരളത്തിലെ ജനത ഇവരുടെ കയ്യിൽ നിന്ന് കുറെ കൂടെ അർഹിക്കുന്നുണ്ട്. അതായത് കാണുന്നിടത്ത് വെച്ച് കല്ലെറിഞ്ഞ് പേപ്പട്ടിയെ പോലെ കല്ലെറിയാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ പൊതുജനം മാറണമെന്നുണ്ടെങ്കിൽ, ത്രിപുരയിലെയും ബംഗാളിലെയും ഒക്കെ പോലെയുള്ള അവസ്ഥയിലേക്ക് കേരള ജനത മാറണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട്. അതിന് ഈ പാർട്ടി കുറച്ചു കാലം കൂടെ അധികാരത്തിൽ തുടരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അതോടുകൂടി ഈ പാർട്ടി തീർന്നോളും. ഇപ്പം ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങ് വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ കൊച്ചു ത്രിപുര വരെയുള്ള ആ അവസ്ഥ നമുക്കറിയാമല്ലോ. ആ ഒരവസ്ഥയിലേക്ക് കേരളം മാറണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഏകാധിപത്യ അപ്രമാദിത്വ മനോഭാവത്തോടുകൂടി ഒരു നേതാവ് ഒരു വട്ടം കൂടി ഭരിക്കണം. പിന്നെ ഇതിൻ്റെ അത് വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെയുള്ള ഈ മുതിർന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും അവർ വിഷയമേ അല്ലെന്നേ. അവർ ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു. ഇനി ഒന്നും നടക്കില്ല. ഈ പാർട്ടി ഇനി നാളെ അറബിക്കടലിൽ മുങ്ങിപ്പോയാലും അവർക്ക് പ്രശ്നമില്ല. എന്നാൽ ഇവരൊക്കെ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരാൾക്കാർ, അവരുടെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ പ്രമേയത്തിൽ ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് ഒരു പുതുമയും ഞാൻ കാണുന്നില്ല. അതായത് കാലാകാലങ്ങളിലായി അവർ തുടർന്നു വന്നിരുന്ന അതേ നയങ്ങൾ, അതേ രീതികൾ, അതേ സിസ്റ്റം ഇപ്പോഴും പിന്തുടരുന്നു എന്നും മാത്രം. അതേ വാക്കുകൾ തിരിച്ചും മറിച്ചും ഒളിച്ചും തിരിച്ചും, മുതലാളിത്ത ഭീഷണി, മറ്റേ ഭീഷണി, മറിച്ച ഭീഷണി, വർഗീയ ശക്തികളോടുള്ള ഏറ്റുമുട്ടൽ, മുഖ്യശത്രു, ഒന്നാമത്തെ മുഖ്യശത്രു, രണ്ടാമത്തെ മുഖ്യശത്രു, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കുറെ താത്വിക അവലോകനങ്ങൾ, ഉൾപാർട്ടി ജനാധിപത്യം, ആത്മവിമർശനം, പാർട്ടി നയരേഖ, ഇങ്ങനെയൊക്കെ കടിച്ചാൽ പൊട്ടാത്ത കുറെ വാചകങ്ങളല്ലേ ഇത്രയും നാൾ നമ്മൾ ഈ പാർട്ടിയിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അതൊക്കെ തന്നെ ഇപ്പോഴും കേട്ടു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ അപ്രമാദിത്വത്തോടെ തുടരുന്നു എന്നുള്ളതാണ്. അത് ആദ്യം പറഞ്ഞതുപോലെ എന്നെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരോധികൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ശരി, ശ്രീ MK ഹരിദാസ്, 3ാം പിണറായി സർക്കാർ എന്നുള്ളത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അവർ സ്വപ്നം കാണുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കണം പ്രവൃത്തികൾ, വെല്ലുവിളികളെയൊക്കെ നേരിടണം എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണം അത് തന്നെയാണ് പറയുന്നത്. അവിടെ വേറെ നേതൃസ്ഥാനത്തേക്ക് ആരെയും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊന്ന്. 2, വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന 3ാം സർക്കാർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം ദുർബലമായി CPM എന്ന പാർട്ടി? ആ ദുർബലതയുടെ ഏറ്റവും വലിയ പര്യായമല്ലേ
എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോ 65 വയസ്സാണ്. ഞാനൊരു 15 വയസ്സ് മുതൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കുറച്ചു കാലം ഞാൻ ഈ CPM-ലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു വ്യക്തി തന്നെ കുറിച്ച് കവിത എഴുതാനും കൈകൊട്ടിക്കളിക്ക് പാട്ട് എഴുതാനും തന്നെ പുകഴ്ത്തി പാടാനും വേണ്ടിയിട്ട് പാരിതോഷികങ്ങളും അതുമാതിരി തന്നെ പണവും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ അപച്യുതി എന്നല്ലാതെ അതിനെന്താണ് പറയുക? അദ്ദേഹത്തെ കുറിച്ചിട്ട് പുകഴ്ത്തി പാടുന്നവർക്ക് പ്രമോഷൻ നൽകുന്നു, ചോദിച്ച ജോലി നൽകുന്നു, പണം നൽകുന്നു, കൈകൊട്ടിക്കളിപ്പാട്ട് ആസ്വദിക്കുന്നു, തന്നെ വേദിയിലിരുത്തി പുകഴ്ത്തി പറയുന്നവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു. ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ ഞാൻ വായിച്ചു പഠിച്ച കമ്മ്യൂണിസവും എനിക്കറിയുന്ന കമ്മ്യൂണിസവും? ഇതല്ല. അപ്പോ വ്യക്തി സ്വയം, അതേ സമയത്ത് പാർട്ടിയിലെ മറ്റാരെങ്കിലും അത്തരത്തിലുള്ള ഒരു വ്യക്തി പൂജയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ കടയോടുകൂടി വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശുഷ്കാന്തി കാണിക്കുന്നു. ഇപ്പൊ P. ജയരാജന് കണ്ണൂര് അമ്പാടി മുക്ക് സഖാക്കൾ അങ്ങനെ ആരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിനെ ചെണ്ടാരകമൊക്കെ ആക്കിയത് തീരെ സഹിച്ചില്ല അദ്ദേഹത്തിന്. പക്ഷെ അത് തനിക്കാവാം, എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പുകഴ്ത്തി പാടിക്കോളൂ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ട നിലയിലേക്ക് ഒരു പാർട്ടി ചെന്ന് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാർട്ടിയുടെ അപച്യുതി, നമ്മൾ പറയില്ലേ കാതലിനെ ചെതല് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ആ ലക്ഷണം അണികൾ തിരിച്ചറിയാഞ്ഞിട്ടല്ല, അണികൾ തിരിച്ചറിയുന്നുണ്ട്. പിണറായി വിജയന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം അത് തിരിച്ചറിയുന്നില്ല. ഈ പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെ കുറിച്ചിട്ട് മാത്രമാണ് അവരുടെ ചിന്ത. നോക്കൂ, ഈ ഏകദേശം 106 മാസമായി ഇപ്പൊ പിണറായി വിജയന്റെ ഭരണം ആരംഭിച്ചിട്ട്. ഈ 106 മാസം മുൻപ് ലക്ഷപ്രഭുക്കളായിരുന്ന പാർട്ടിയുടെ 1ാം നിര 2ാം നിര നേതാക്കളെല്ലാം തന്നെ ഇന്ന് കോടീശ്വരന്മാരാണ്. അതുമാതിരി തന്നെ 10,000 രൂപ കയ്യിലുണ്ടായിരുന്ന 4ാം നിര 5ാം നിര നേതാക്കളൊക്കെ ഇന്ന് ലക്ഷപ്രഭുക്കളാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഞങ്ങളുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ദൈവം ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സായത്തമാകൂ എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അണികൾക്ക് ജയ് വിളിക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി റൂമില് CCTV മറ്റേ ഒളി ക്യാമറ വെച്ചൊരു സംഭവം ഉണ്ടായി. ഒളി ക്യാമറ വെച്ചത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒളി ക്യാമറ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒളി ക്യാമറ വെക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 100ഓ 150ഓ നേതാക്കന്മാരുടെ റൂമില് ഇത്തരത്തിൽ ഒളി ക്യാമറ വെച്ചാൽ കേരളം ഞെട്ടുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പാർട്ടിയുടെ യുവജന വിഭാഗത്തിലെ വലിയൊരു വിഭാഗങ്ങള് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും വിൽക്കുന്ന ഏജന്റുമാരും അതിന്റെ കാരിയേഴ്സും ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. ഭാഗികമായി അതിനെ കണ്ണടയ്ക്കുന്നു. പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും അവരെ ഇറക്കി കൊണ്ടുവരുന്ന പാർട്ടി പ്രവർത്തകരെ ഇതിനൊക്കെ കണ്ണടച്ചുകൊണ്ട് പോലീസ് നിൽക്കുന്നു. അതുപോലെ തന്നെ പോക്സോ കേസിലെ നമ്മളിപ്പോ നമ്മൾ TV കാണുന്നതിനേക്കാൾ പത്രം വായിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3ഓ 4ഓ പോക്സോ കേസിലെ CPM-ന്റെ അനുഭാവികളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുമാതിരി തന്നെ CPM-ന്റെ DYFI SFI പ്രവർത്തകരും പ്രതികളാകുന്നു. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരുപാട് നല്ല സന്ദേശങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്കും യുവജന പ്രസ്ഥാനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം, ഒരു ക്രൂരത നിറഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ അധപ്പതിച്ചിരിക്കെ അവർ കാണിച്ചു കൂട്ടിയ എല്ലാവിധ തോന്നിവാസങ്ങളും, സിദ്ധാർത്ഥന്റെ മരണമായാലും കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണമായാലും നടന്ന സാഹചര്യത്തിലെ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഭംഗിയായി ചെയ്തു മുൻപോട്ട് പോകുക, നിങ്ങൾക്ക് കൂടെ പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അണികളും ഈ വിദ്യാർത്ഥി സഖാക്കളും ഈ യുവജന നേതാക്കളും പിണറായി വിജയന് വേണ്ടിയിട്ട് സ്തുതി പാടുകയല്ലാതെ പിന്നെ മറ്റെന്താണ് ചെയ്യുക? അപ്പോ ഒളി ക്യാമറ വെച്ചുകൊണ്ട് നേതാക്കന്മാരുടെ കിടപ്പറ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലായി ഇത് ഒരു നേതാവിനെ എടുത്തിട്ട് പുറത്തേക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ഒട്ടനവധി നേതാക്കന്മാരെ ഞരമ്പ് രോഗം ബാധിച്ചുകൊണ്ട് പാർട്ടിയുടെ തലപ്പത്തിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒളി ക്യാമറ വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല. ആലപ്പുഴ ജില്ലയിൽ നടന്നത് എന്താണ്?
അതായത് ഇവർ സിന്തറ്റിക് ഡ്രഗ്സിനും കഞ്ചാവിനും എതിരായിട്ട് അങ്ങേയറ്റം പോരാടുന്ന യുവജന വിഭാഗം. ആ വിഭാഗത്തിലെ തന്നെ ഒരു വനിതാ നേതാവിന്റെ മകനെ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് പിടികൂടുന്നു. ആ പിടികൂടിയ ആ ഉദ്യോഗസ്ഥനെ ഭംഗിയായിട്ട് 6 മാസമുള്ള അദ്ദേഹത്തിന് പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയിട്ട് പറയുന്നു അത് സാധാരണഗതിയിലുള്ള സ്ഥലം മാറ്റമാണെന്ന് പറയുന്നു. അവരെ പിടിച്ചത് ഇപ്പൊ ആ കേസില്ല, MK ഹരിദാസിന്റെ മകനാണ് ഇത്തരത്തിലൊരു കഞ്ചാവ് ഉപയോഗത്തിന്റെ സമയത്ത് പിടിയിലായത് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും ജയിലിലല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം പുറത്തേക്ക് വന്നു. ആ കുട്ടി തെറ്റുകാരനല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ പിടികൂടപ്പെട്ട പരിസരത്തുള്ള ആ സമയത്ത് റിപ്പോർട്ടിങ് ചെയ്തിട്ടുള്ളവരെല്ലാവരും പറയുന്നു ഒരു പുതിയ നിലയിൽ കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഗവേഷണം നടക്കുകയായിരുന്നു അവിടെ. എന്തോ കുപ്പിയിലോട്ടിട്ട് ട്യൂബ് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കഞ്ചാവ് ഇട്ടിട്ടൊക്കെ ഇത്തരത്തിലൊരു കാര്യം തന്നെ നടന്നതായിട്ട് ഇപ്പോ നമുക്കൊക്കെ അറിവുണ്ടോ? ഭരണതലത്തിൽ ന്യായീകരണം വന്നല്ലോ, സിഗരറ്റ് അല്ലേ, സിഗരറ്റ് വലിക്കേണ്ടതല്ലേ എന്നുള്ളത് ചോദ്യവുമായിട്ട്. സിഗരറ്റാണ്, അത് വലിക്കണം, തീർച്ചയായിട്ടും വലിക്കണം. ആ സിഗരറ്റ് എൻ്റെ മകൻ വലിച്ചാലും ഷാബു പ്രസാദിന്റെ സഹോദരന്റെ മകൻ വലിച്ചാലും ഷാബു പ്രസാദിന്റെ മകൻ വലിച്ചാലും ഇതേ ലാഘവത്തോടു കൂടി കാണാൻ തയ്യാറാകണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിന്റെ മകനാണ് വലിച്ചതെങ്കിൽ അത് വലിയ കുറ്റകരമായിട്ട് അതിന് നടപടിയെടുക്കാൻ തയ്യാറാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കണ്ണടക്കുകയാണ്. കേരളത്തിലെ കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെയുള്ള സ്ഥലങ്ങളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സുഗമമായിട്ട് കേരളത്തിൽ ഒരു കാലത്തും കാണാത്ത വിധത്തിൽ എന്താണ് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിത്യേന യുവാക്കൾ പിടിയിലാകുന്നു. ചിലർ ഒരു ആൾ ഇന്നലെ മരിച്ചിട്ടുണ്ടല്ലോ വിഴുങ്ങിയതിന്റെ പേരില്. അപ്പൊ അതിന് കാരണക്കാരായ നേതാക്കളുടെ മക്കളെ ശിക്ഷിച്ചുകൊണ്ട് മാതൃകയാക്കേണ്ടവർ തന്നെ അത്തരം കേസ് പിടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന അവസ്ഥ വരുന്നു. ഇപ്പൊ സുജിത് ദാസിനെ ഇന്നലെ തിരിച്ചെടുത്തിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം. പക്ഷെ ഒരു 6 മാസം കൂടി വേണമെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് നൽകിയിരുന്നെങ്കിൽ സുജിത് ദാസിനെ നീട്ടാമായിരുന്നു. എന്താണ് PV അൻവറോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അങ്ങയുടെ അടിമയായിട്ട് നിൽക്കാം, ഞാൻ അങ്ങയുടെ എന്നെ സർവീസിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയാകാം. ഒരു IPS ഓഫീസർ കേവലം ഒരു MLA യാചിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ആ ഉദ്യോഗസ്ഥത ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ പോസ്റ്റിൽ അദ്ദേഹം വരും. ഇവിടുത്തെ പോലീസ് സേന കുത്തഴിഞ്ഞു. ഈ ഭരണം കൊണ്ട് ജനങ്ങൾ നികുതി കൊടുത്തും വിലക്കയറ്റത്തെ നേരിടാനാകാതെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. ഒരു പാർട്ടിയുടെ 3-4 ദിവസത്തെ 5-6 ദിവസത്തെ സമ്മേളനത്തില് ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമാകാതെ ഒരു വ്യക്തിയിലേക്ക് പാർട്ടിയെ പതിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടന്നിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്ത പുകയും കറുത്ത പുകയും വരുന്ന അന്തരീക്ഷമൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതാ വെളുത്ത പുക ഇപ്പോൾ വരും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു. കാരണം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാൽക്കല് പാർട്ടിയെ കൊണ്ടുചെന്ന് വെക്കുന്ന ഒരു ചടങ്ങാണ് ആലപ്പുഴയിൽ കൊല്ലത്ത് നടന്നിട്ടുള്ളത്. അപ്പൊ അത് ഭംഗിയായിട്ട് നടന്നു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ അടുത്ത 3ാം ടേമിന്റെ ഭരണത്തിൽ ഇവരെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും. ഭരണം കിട്ടിയിട്ടും ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോഴെന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അതെ, ശ്രീ ഷാബു പ്രസാദ്, 18 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 5 പേരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. പിണറായി പക്ഷത്തിന് തന്നെയാണ് അവിടെയും പ്രാതിനിധ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. P ജയരാജനെ വളരെ വിദഗ്ധമായി തന്നെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇഷ്ടക്കാരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ലോബി തന്നെ സൃഷ്ടിക്കുക, അണിയാളന്മാരായി നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് മന്ത്രിസ്ഥാനം അടക്കം നൽകുക, പ്രത്യേക ക്ഷണിതാക്കളാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഈ സംസ്ഥാന സമ്മേളനത്തിലുടനീളം അരങ്ങേറിയത് എന്നുള്ളതാണ്. ഇല്ല, ഇത് രേണുക, ഇത് എന്നും ഇവരിങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന കോഴിക്കോട്. ഈ കോഴിക്കോട്ട് കോഴിക്കോട് നോർത്തിലെ MLA ആയിരുന്നു പ്രദീപ് കുമാർ. നല്ല, ഇനിയിപ്പം നമ്മൾ പാർട്ടി പ്രത്യയശാസ്ത്രപരമായ താത്വികമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചുകൊണ്ട് തന്നെ പറയാം, നല്ല ഒന്നാന്തരം ജനകീയനായ അപ്രോച്ചബിൾ ആയിട്ടുള്ള, സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു MLA ആയിരുന്നു, ജനപ്രതിനിധിയായിരുന്നു പ്രദീപ് കുമാർ. എല്ലാവരും ഇവിടെ ആഗ്രഹിച്ച അത്ര നല്ല MLA ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പോഴത്തെ MLA ആയ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. ഇവർ രണ്ടുപേരും ഒരു നല്ല പൊസിഷനിൽ മന്ത്രിമാരായി ഇരിക്കാൻ 100% യോഗ്യരാണ്. കോഴിക്കോട് കണ്ട ഏറ്റവും മികച്ച മേയറാണ്
മേയറായിരുന്നു തോട്ടത്തിൽ രവീന്ദ്രൻ. എന്നാൽ ഇവർ പാർട്ടിയുടെ ചിത്രത്തിലേ ഇല്ല. പ്രദീപ് കുമാറിന് പിന്നെ മത്സരിക്കാൻ പോലും അവസരം കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പില് ഇവിടെ ഈ കോഴിക്കോട് MK രാഘവനെതിരെ മത്സരിച്ചത് ഇപ്പോഴത്തെ മന്ത്രി മുഹമ്മദ് റിയാസാണ്. തോൽക്കുക മാത്രം, അയാൾ ആദ്യമായിട്ട് ജയിക്കുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് MK രാഘവൻ ജയിച്ചത് കേവലം 700 വോട്ടിനാണ്. ആ മുഹമ്മദ് റിയാസിന്റെ സ്ഥാനത്ത് ഈ തോട്ടത്തിൽ രവീന്ദ്രനോ പ്രദീപ് കുമാറോ ആയിരുന്നു കോഴിക്കോട് പാർലമെന്റ് സീറ്റിൽ മത്സരിച്ചിരുന്നത് എങ്കിൽ ഈ കോഴിക്കോട് ഇന്ന് CPMന്റെ ഒരു കോട്ടയായി മാറുമായിരുന്നു, ഒരു ഷുവർ സീറ്റായി മാറുമായിരുന്നു. കാര്യം അവർക്ക് കോഴിക്കോട്ടുള്ള സ്വീകാര്യത എന്താണ് എന്ന് ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്ന എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിവെച്ചുകൊണ്ട് ഞാൻ യാഥാർത്ഥ്യമാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം റിയാസ് പിണറായി വിജയന്റെ പ്രിയപ്പെട്ടവനാണ്. അന്ന് മുതൽ തന്നെ പിണറായി വിജയന്റെ ഒരു ബ്ലൂ ഐഡ് ബോയിയാണ് മുഹമ്മദ് റിയാസ്. ഇതാണ് അതിന്റെ. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നിരുന്ന ആളാണ് സുരേഷ് കുറുപ്പ്. ആലോചിച്ച് നോക്കണം, 1984 ആ ഇന്ദിരാഗാന്ധി മരിച്ചതിനെ തുടർന്നുണ്ടായ സഹതാപ തരംഗം ഈ രാജ്യം മുഴുവനും ഇളക്കി മറിച്ചപ്പോൾ, കേരളത്തിലും വലിയ തോതിൽ ആഞ്ഞടിച്ചപ്പോഴും CPM ജയിച്ച ഒരേ ഒരു സീറ്റിൽ മത്സരിച്ച, അതും കോട്ടയം. ആലോചിച്ച് നോക്കണം, കോട്ടയത്ത് ഈ സുരേഷ് കുറുപ്പ് മത്സരിച്ച് ജയിച്ചതാണ്. ഈ പറഞ്ഞതുപോലെ വളരെ മാന്യനായ നല്ല ഒന്നാന്തരം ഒരു ജനപ്രതിനിധിയായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് അദ്ദേഹത്തെ. ആ സുരേഷ് കുറുപ്പിന്റെ അവസ്ഥ, അതായത് ജനകീയരായ നല്ല ഫ്യൂച്ചർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആ രീതിയിലുള്ള ഒരു മനുഷ്യരെ അനങ്ങാൻ സംബന്ധിച്ചിട്ടില്ല പിണറായി വിജയൻ. ഇത് 3 തന്നെ ഒരു ക്ലാസിക് എക്സാമ്പിൾസ് ആണ്. എവിടെ പോയി പ്രദീപ് കുമാർ, തോട്ടത്തിൽ രവീന്ദ്രൻ, സുരേഷ് കുറുപ്പ്? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ സ്ഥലത്തും ഇതുപോലെ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ടാകും അതാത് സ്ഥലത്തുള്ളവർക്ക്. ഇതെനിക്ക് നന്നായിട്ട് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം വേണ്ടി ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ഇപ്പൊ ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ എന്നും ഭരിക്കുന്ന ഒരു വികാരം പറയുന്നത്, അവരുടെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് ഭയമാണ്. കൂടെ നിൽക്കുന്നവരെ ഭയം, മറ്റുള്ള പാർട്ടിക്കാരെ ഭയം. ഓക്കെ, മറ്റുള്ള പാർട്ടിക്കാരെ ഭയപ്പെടുന്നുണ്ട്. എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അവനവനിൽ വിശ്വാസം, ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നും ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇവർക്ക് തന്നെ, ഇവരുടെ ഉപബോധ മനസ്സിൽ ഇവർക്ക് തന്നെ അറിയാം, ഇവരുടെ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു നുണയാണ്, ഏറ്റവും വലിയൊരു തെറ്റാണ്. ഈ കുറ്റബോധത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ് ഈ പാർട്ടിയെ ഇന്നും നയിച്ചിട്ടുള്ളത്, ഇതിന്റെ നേതാക്കന്മാരെയും നയിച്ചിട്ടുള്ളത്. അതേ ഭയം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു കാണിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തിരുന്നത്. സ്റ്റാലിന്റെ അപ്രമാദിത്വ കാലത്ത് സ്റ്റാലിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ എതിർത്തവരെ മുഴുവനും അദ്ദേഹം തോന്നുന്നവരെ പോലും അദ്ദേഹം വകവരുത്തിട്ട് വെച്ചില്ല. അത് തന്നെയല്ലേ ഈ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും ഇവിടെ വ്യക്തമായ ഒരു ഭരണഘടനയും നിയമവാഴ്ചയും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ടും ട്രോട്സ്കിയെ മഴു കൊണ്ട് വെട്ടിക്കൊന്ന പോലെ വെട്ടിക്കൊല്ലുന്നില്ല, വെടിവെച്ച് കൊല്ലുന്നില്ല. അതിന് പകരം ഈ രീതിയിൽ ഒതുക്കി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. തനിക്ക് നേരെ വരുന്ന ഭീഷണികളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ചെയ്യുന്നത്. അത് ആ പാർട്ടിയുടെ ജനിതകത്തിലുള്ളതാണ്, അത് DNA-യിലുള്ളതാണത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇനി എന്ത് ചർച്ച ചെയ്താലും ശരി, നമ്മൾ ഇനി എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ സ്ഥിരം പറയുന്ന കുറെ താത്വിക വായ്ത്താരികളുണ്ട്. പക്ഷേ ഒരു സംശയം, ഇത്തരത്തിൽ ഒരു വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി മാറുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സർവാധിപത്യം ഇങ്ങനെ അഴിഞ്ഞാടുമ്പോൾ ഒരു വിമർശന സ്വരം പോലും ഉയരാത്തത് എന്ത് എന്നുള്ളതൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയല്ലേ? അല്ല, വിമർശനം ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നേ. അവർക്ക് പാർട്ടിക്ക് ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ പത്മകുമാറിന്റെ കാര്യം പറഞ്ഞല്ലോ, വിമർശനം ഇതിൻ്റെ ഇവരോടൊക്കെ ഒന്ന് ചില പാർട്ടിയിലെ കുറച്ച് പരിണിതപ്രജ്ഞരായിട്ടുള്ള തലയ്ക്കകത്ത് കുറച്ച് ആൾക്കാരോടൊക്കെ ചതിവ്, വഞ്ചന, 52 വർഷത്തെ പ്രവർത്തനം എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് ചർച്ചയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ പിൻവലിക്കുകയാണ്. ആ പ്രൊഫൈൽ പിക്ചറും ഡിലീറ്റ് ചെയ്തു, ആ പോസ്റ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു. അതാണ് എന്തുകൊണ്ട് ആർജവമില്ല, കൈ ചൂണ്ടി
സംസാരിക്കുന്നതിനുള്ള ആർജവം എന്തുകൊണ്ട് ഈ അണികൾക്കില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ സഖാക്കൾക്കില്ലാതെ പോകുന്നു? വീട്ടുമുറ്റത്ത് ഇന്നോവ വരാൻ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്നേ. അതിന് ഭയം, ഞാൻ പറഞ്ഞല്ലോ, പേടിപ്പിച്ചുമാണ് ഇവർ നിൽക്കുന്നത്. എന്തായാലും ഇത്രയും കാലം, ഇനിയുള്ള കാലം ഇനി അവന്മാരൊക്കെ എന്തെങ്കിലും കാണിക്കട്ടെ, എന്തിനാ ഇനി ഈ വിരോധം കൂടെ വലിച്ചു വെക്കണ്ട, ഇനി അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, എന്റെ കുടുംബത്തിനെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കണമല്ലോ എന്ന ഒരു തോന്നലിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്ന ഒരു അവസ്ഥയിൽ നിന്നാണ്. ആ ഒരു മാനസികാവസ്ഥയിലേക്ക്, ആ ഭീഭത്സമായ ഭീകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പാർട്ടി അണികളെ അവരെ എത്തിച്ചിരിക്കുകയാണ്. ഞാൻ പറയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള പാർട്ടിക്കാരോട്, പാർട്ടി പ്രവർത്തകരോട്, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപരമായ ബന്ധമുള്ളവരോട് ഒന്ന് വ്യക്തിപരമായിട്ട് സംസാരിച്ചു നോക്കൂ. നമ്മളോട് വിശ്വാസം ഉള്ളവരോട്, അവർ പറയും കാര്യങ്ങൾ. എനിക്കറിയാം, എൻ്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടി ഇനി ഇങ്ങനെയാണ്, വരാൻ നിവർത്തിയില്ല, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വിശ്വസിച്ചു പോയി, ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്നുപോയി, ഈ പാർട്ടിയിൽ നിന്ന് കുറെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ, എൻ്റെ ഭാര്യയ്ക്ക് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്, എൻ്റെ മകൻ അവിടെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനിയും വേറെ നിവൃത്തിയൊന്നുമില്ല. അവർക്ക് ഇനി ഇത് സഹിച്ചേ പറ്റുള്ളൂ, ജീവിതകാലം മുഴുവനും സഹിച്ചേ പറ്റുള്ളൂ, ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. വിമർശനമൊക്കെ അവനവന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക. അതിങ്ങനെ എന്താണ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുക. ഇങ്ങനെയാണ് ഈ പാർട്ടി എന്നും, ഏത് കാലത്തും ഈ പാർട്ടി ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും കാണുന്നില്ല രേണുക. ഇവർക്ക് ഇങ്ങനെ ആകാനേ കഴിയൂ. ഈ പറഞ്ഞതുപോലെ ഈ പ്രവണതകൾ, ഈ ദുഷ്ടത്തരം എന്നൊക്കെ പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന, അവരുടെ ജനിതകത്തിലുള്ളതാണ്. അതെ, തീർച്ചയായും. കുറച്ചുപേർ വെറും ന്യായീകരണ തൊഴിലാളികളായി മാത്രം ഒതുങ്ങുന്ന ദയനീയമായ കാഴ്ച. എൻ ശ്രീകുമാർ, CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കൊല്ലത്ത് സമാപനമാകുമ്പോൾ പാർട്ടി വെല്ലുവിളികളെയൊക്കെ നേരിട്ട് ഒരു മൂന്നാം ഭരണമാണ് ലക്ഷ്യം കാണുന്നത്, സ്വപ്നം കാണുന്നത്. അതിൽ ആരാണ് നയിക്കേണ്ടത്, ചുക്കാൻ പിടിക്കാൻ ആരൊക്കെ, കൂടെ കൂടാൻ ആരൊക്കെ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴേ ധാരണയായി കഴിഞ്ഞു. എന്തായാലും പാർട്ടിയിൽ വ്യക്തി അധിഷ്ഠിതമാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയെ ആവോളം പ്രശംസിക്കുന്ന കാഴ്ച കണ്ടത്. മുഖ്യമന്ത്രിയുടെ നയരേഖ, പുതിയ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് പറഞ്ഞു വയ്ക്കേണ്ടി വരുന്നത്. എന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തിയായ പിണറായി വിജയനിലൂടെ മൂന്നാം ഭരണം എന്ന് പറഞ്ഞ് അവസാന പ്രഖ്യാപനത്തിൽ അങ്ങനെ പോലും പറയേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് കൂടി എത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്കൾ എങ്ങനെയാണ് CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ദിവസം, അവരുടെ സംഘടനാ റിപ്പോർട്ടും അതിന്മേലുള്ള വിമർശനങ്ങളെയും പരിശോധനകളെയും ഒക്കെ നോക്കിക്കാണുന്നത്? നോക്കൂ രേണുക, ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയുടെ നയവും പരിപാടികളിലൊക്കെ തീരുമാനമെടുക്കുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ അതിലൊരു പുതുമയില്ല. സമ്മേളനമല്ല തീരുമാനിച്ചത്. 2016 അധികാരത്തിൽ വന്ന മുതൽ CPMൻ്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് ഈ സമ്മേളനം കൊണ്ട് മാത്രം ഉണ്ടായ കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയിൽ ഏത് നയത്തിനും വെള്ളം ചേർക്കാമെന്ന് ഈ സംസ്ഥാന സമ്മേളനം വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാ നയപരിപാടികളിലും അവർ വെള്ളം ചേർത്തിരിക്കുകയാണ്. കാരണം അത് അവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള അവരുടെ നിലപാടിൽ നിന്ന് മാറി ഒരു ഭരണ പാർട്ടി എന്ന നിലപാടിലേക്ക് അവർ മാറിയിരിക്കുന്നു. അപ്പോൾ ഭരണ പാർട്ടി എന്ന നിലപാടിലേക്ക് അവർ മാറുമ്പോൾ അവർക്ക് അവരുടെ മുന്നിലുള്ള ചോദ്യം, അവരുടെ മുന്നിലുള്ള ലക്ഷ്യവും ഭരണം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഭരണം കിട്ടാൻ വേണ്ടി അവരുടെ നയത്തിലെല്ലാം വെള്ളം ചേർത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അവസ്ഥ നമ്മൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പാർട്ടി അടിമുടി കുറേ കാലമായി മാറിയതിൻ്റെ തെളിവാണ്. ഇന്നിപ്പോൾ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ സാധാരണ ഒരു സമ്മേളനത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലങ്ങളുണ്ട്. അതായത് പാർട്ടിയുടെ മറ്റു കക്ഷികളോടുള്ള സമീപനം, മുഖ്യശത്രു ആരാണെന്നുള്ള പ്രഖ്യാപനം, കോൺഗ്രസിനോടുള്ള സമീപനം, ദേശീയ തലത്തിൽ കോൺഗ്രസിനോടും BJPയോടുമുള്ള സമീപനം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സംസ്ഥാന പാർട്ടി അല്ലല്ലോ CPM, ദേശീയ പാർട്ടിയല്ലേ. പക്ഷേ അവർക്കത് പറയാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിൽ അവർ കോൺഗ്രസിനൊപ്പവും സംസ്ഥാന തലത്തിൽ അവർ കോൺഗ്രസിന് എതിരുമാണ്. ഇവിടെ BJPക്ക്
BJPയുടെ താല്പര്യം കോൺഗ്രസ് വിരുദ്ധതയാണ്, അതുപോലെ തന്നെ CPMന്റെ താല്പര്യവും കോൺഗ്രസ് വിരുദ്ധതയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അക്കാര്യത്തിൽ രാഷ്ട്രീയ നയത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ പാർട്ടി അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ്. അത് കുറേ കാലമായിട്ട് പാർട്ടി പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ്. അത് പക്ഷേ നീറിപ്പുകയുന്ന ഒന്നാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പല്ല പാർട്ടിയിൽ നടക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് ഇന്ന് മുതിർന്ന നേതാവ് പത്മകുമാറിൻ്റെ പരസ്യമായ അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നു. കോന്നി MLA ആയിരുന്നു പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ആളുകൾ കാര്യം മനസ്സിലായിട്ട് പിൻവലിക്കുക എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്, വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ഇടം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ അതിനെ കണ്ടത് ശ്രീമതി വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കുകയും ആ ജില്ലയിൽ തന്നെയുള്ള പത്മകുമാറിനെ അവഗണിക്കുകയും ചെയ്തതെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പത്മകുമാർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ P. ജയരാജനെ അവർ ഒഴിവാക്കിയിരിക്കുന്നു. EP ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ശ്രീമതി രേണുക നമ്മൾ കാണേണ്ട വസ്തുത, ശ്രീ EP ജയരാജൻ പാർട്ടി നടപടിക്ക് ഒരു 5-8 മാസം മുമ്പ് വിധേയനായ ആളാണ്. അതായത് EP ജയരാജൻ LDF കൺവീനറായിക്ക് BJP നേതാവുമായി സംസാരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റി. അപ്പോൾ പത്രലേഖകർ ഗോവിന്ദ മാഷോട് ചോദിച്ചു, ഇതൊരു സംഘടനാപരമായ നടപടിയാണോ എന്ന്. അപ്പം മാഷ് പറഞ്ഞു സംഘടനാപരമായ നടപടി അല്ല. അപ്പോൾ ഈ TP രാമകൃഷ്ണൻ LDF കൺവീനർ ആയ ശേഷം അദ്ദേഹം പറഞ്ഞു സംഘടനാപരമായ നടപടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംശയം, ആകെ ഒരു കൺഫ്യൂഷനായി. എന്താണ് ആര് പറയുന്നതാണ് ശരി എന്ന തർക്കത്തിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സംഘടനാപരമായ നടപടിയല്ലെന്ന ഗോവിന്ദ മാസ്റ്ററെ അന്നത്തെ പ്രഖ്യാപനമാണ് ശരിവെക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ ഈ പാർട്ടി പറ്റിച്ചു എന്ന് വെച്ചാൽ BJPക്കാരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടൊന്നും ഒരു ദോഷവും പാർട്ടിക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ജയരാജൻ കുറ്റക്കാരനാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ജയരാജൻ കേരളത്തിലെ പരമോന്നത സമുദായ സെക്രട്ടേറിയറ്റിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതുമാത്രമല്ല, CPMൽ എനിക്ക് കൗതുകരമായി തോന്നിയത് മലബാറിലുള്ള 5 ജില്ലാ സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു എന്നുള്ളതാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, പിന്നെ മലപ്പുറം, കാസർഗോഡ്, തൃശ്ശൂർ, വയനാട്, കോഴിക്കോട്, ഇത്തരം ജില്ലകളിൽ ഇതിൽ തൃശ്ശൂർ വരെയുള്ള സെക്രട്ടറിമാർ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അതിൽ വയനാട്ടിലെത്തി നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ഗഗാറിനായിരുന്നു അവിടെ ജില്ലാ സെക്രട്ടറി. ആ ഗഗാറിനെ തോൽപ്പിച്ചിട്ടാണ് അവിടെ റഫീഖ് ജില്ലാ സെക്രട്ടറി. ആ റഫീഖിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക മാത്രമല്ല ഗഗാറിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വ്യക്തമാക്കുന്നത് എന്താണ്? P. ജയരാജന് സെക്രട്ടേറിയറ്റിൽ ഇടം കൊടുത്തില്ല, പത്മകുമാറിനെ ഇടം കൊടുത്തില്ല, ഗഗാറിനെ മാറ്റി നിർത്തി. മാത്രവുമല്ല പുതുമുഖങ്ങൾ എന്ന പേരിൽ പാർട്ടിക്ക് വളരെയധികം താല്പര്യമുള്ള ചില ആളുകളെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തി. അപ്പോൾ ഈ പാർട്ടിയിൽ പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ പാർട്ടിയിൽ പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരം ലഭിക്കണം എന്ന് വെച്ചാൽ നമ്മൾ മുൻപൊക്കെ പറഞ്ഞ പോലെ വാഴ്ത്തുപാട്ട് സംഘമായിട്ട് ഈ കമ്മിറ്റി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് P. ജയരാജനെ ഒഴിവാക്കിയെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം P. ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ അഭിപ്രായം പറഞ്ഞ ഒരാളാണ്. EP ജയരാജനെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുകയും P. ജയരാജൻ തർക്കം ഒരു കാലത്ത് പാർട്ടിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയും EP ജയരാജൻ LDF കൺവീനർ ആയിരിക്കെ ഗോവിന്ദ മാഷ് നയിച്ച ജാഥയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു തൃശ്ശൂർ വരെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത EP ജയരാജൻ സെക്രട്ടേറിയറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്ക് എന്ത് നയമാണുള്ളത്, എന്ത് അച്ചടക്കമാണുള്ളത്, എന്ത് പാർട്ടിയുടെ ഏത് ഓർഗനൈസേഷണൽ എത്തിക്സാണ് അവർ പിന്തുടരുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് പാർട്ടിയിലെ ഏത് നയം വേണേൽ വെള്ളം ചേർക്കാം എന്ന് വെച്ചാൽ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് UDFൻ്റെ കാലത്ത് അവർ എതിർത്ത UDFൻ്റെ നയങ്ങളെ അപ്പാടെ അംഗീകരിച്ചു സർവകലാശാലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മളുടെ ചോദ്യം, ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞില്ല, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞില്ല. പകരം അവർ പറഞ്ഞെന്താണ്? ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് ഗോവിന്ദ മാഷ് 2 ദിവസം മുമ്പ് പറഞ്ഞത്. നയരേഖയിലുള്ളത് അത്ര 20 ലക്ഷം പേർക്ക് തൊഴിൽ. ഇനി 8, 9 അല്ലെങ്കിൽ 1 വർഷം മാക്സിമം ബാക്കിയുള്ളൂ. ഈ 7 വർഷം എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു ശ്രീമതി രേണുക? അതായത് KSRTCയിൽ ഒരാളെ പോലും വെച്ചിട്ടില്ല. PSCയിൽ നിയമനം നടക്കുന്നില്ല, പിൻവാതിൽ നിയമനം നടക്കുന്നു, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊന്നും നടക്കുന്നില്ല.
അങ്ങനെയുള്ള ഒരു പാർട്ടി അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പുതുവഴി രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയാണ്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? എന്നിട്ട് അത് എല്ലാവരും സംശയങ്ങൾ ചോദിച്ചു പ്രതിനിധികൾ. എന്ത് സഖാവെ, നമ്മൾ ഈ വിഭവ സമാഹരണം നടക്കുമ്പോൾ ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുമോ എന്ന് സംശയങ്ങൾ വന്നു. അപ്പോൾ ആ സംശയം തീർത്തു കൊടുത്തു. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇതൊക്കെയാണോ നമ്മൾ കേട്ടത്? ഇതൊക്കെയാണോ നമ്മൾ സാധാരണ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ കേൾക്കാറുള്ളത്? ആശയ സംഘടനകളാണ് അവിടെ നടന്നിട്ടുള്ളത്, അഭിപ്രായ സംഘടനകളാണ് അവിടെ നടന്നിട്ടുള്ളത്. വിഭാഗീയത ശക്തമായ കാലത്ത് VS പിണറായി പോലെ ശക്തമായ കാലത്ത്, നായനാർ VS പോലെ ശക്തമായ കാലത്ത്, അങ്ങനെ എത്രയോ വിഭാഗങ്ങൾ, CITU CPM പോലെ, ഇതൊക്കെ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഇന്നിപ്പോൾ ആ പാർട്ടി ദുർബലമാണ്. അതൊരു അപ്പന് പറയുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് പാർട്ടി എത്തിയെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷെ പാർട്ടി ദുർബലമായി. എങ്ങനെ ദുർബലമായി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ചടുപ്പിച്ച് തോൽവി, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തോറ്റു. ചേലക്കരയിലെ ഭൂരിപക്ഷം 39,000 നിന്നും 12,000 താണു. എവിടെ ജയിച്ചു? പാലക്കാട് 3ാം സ്ഥാനത്തെത്തി. എവിടെ പാർട്ടി ശക്തിപ്പെട്ടു? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 വർഷം കൂടുമ്പോൾ ഒരു സമ്മേളനം നടത്തി. ആ സമ്മേളനം അവർ ഭംഗിയായിട്ട് അവസാനിപ്പിച്ചു എന്നുള്ള സത്യമാണ്. കാരണം CPM പോലെയുള്ള പാർട്ടി, ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് സമ്മേളനം കൊഴിപ്പിക്കാൻ പറ്റും. പക്ഷേ ചോദ്യം ഇതാണ്, ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും ഈ സെക്രട്ടേറിയറ്റ് രൂപീകരണവും സുതാര്യമായിരുന്നോ? അല്ല. കാരണം ഇത് ചിലരെ മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിലേക്ക് വന്നവരെ ഒന്നും ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല. കാരണം വനിതകളൊക്കെ വന്നല്ലോ. അപ്പോൾ ആരൊക്കെയാണ് വനിതകൾ വന്നത്, ഏതൊക്കെ വനിതയാണ് പുറത്തായതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇപ്പം സൂസൻ കോടിയെ മാറ്റി, ഒരു സംസ്ഥാന വനിതാ നേതാവിനെ മാറ്റുന്നതിൽ വലിയ വാർത്തയാക്കുകയാണ് പത്രങ്ങൾ. നോക്കൂ, സൂസൻ കോടി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അവരെ ഈ പാർട്ടിയിലെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുക. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? ശ്രീമതി രേണുക P ശശിയെ ഉൾപ്പെടുത്തിയില്ല എന്ന്. നോക്കൂ, നമ്മൾ ഇത്ര മണ്ടന്മാരായല്ലോ. P ശശി എവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. P ശശിയുടെ കൈകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് നീളും, യാതൊരു സംശയം വേണ്ട. ശശിക്ക് സെക്രട്ടേറിയറ്റ് സ്ഥാനമൊന്നും വേണ്ട, അദ്ദേഹത്തിന് അല്ലാതെ തന്നെ സ്ഥാനമുണ്ട്. പിന്നെ AK ബാലനെ പ്രായം കൊണ്ട് മാറ്റി. AK ബാലനെ പ്രായം കൊണ്ട് മാറ്റിയാലും AK ബാലൻ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ നിയന്ത്രിച്ചോളും. ഇനി നോക്കിക്കോളൂ, എന്തെങ്കിലും വിഷയം വരികയാണെങ്കിൽ ആദ്യം പ്രതികരിക്കുക AK ബാലൻ തന്നെയാണ്. AK ബാലനെ വിലക്കാനോ EP ജയരാജനെ മാറ്റാനോ അതുപോലെ തന്നെ P ശശിയെ അധികാരം കുറയ്ക്കാനോ ഒന്നും CPM ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ P ജയരാജനെ അവർ ഒതുക്കാൻ കാരണം P ജയരാജൻ CPM-ന്റെ കണ്ണൂരിലെ പ്രവർത്തകരുടെ പിന്തുണയുള്ള നേതാവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ. അത് മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞു നയരേഖയിൽ അപ്പാടെ വെള്ളം ചേർക്കൽ ആയിരുന്നു എന്നുള്ളത് ഒരു പാർട്ടിയുടെ ദൗർബല്യം തന്നെയാണ് അതിലുടനീളം കണ്ടത്. കാരണം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ നയരേഖ കേരളത്തിന്റെ വികസനത്തിന്റെ മാനിഫെസ്റ്റോ എന്നൊക്കെ എത്ര വിശേഷിപ്പിച്ചാലും നമുക്കറിയാം, ഈ സമ്മേളന സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ പ്രമേയം പാസാക്കി. പക്ഷേ അത് കഴിഞ്ഞ് ഈ നയരേഖയിൽ പിണറായി വിജയൻ വായിച്ചത്, ഞാൻ ആ വാക്കുകൾ തന്നെ പോകാം, പൊതുമേഖലയിൽ പങ്കാളിത്ത മാതൃകയിൽ സ്വകാര്യ നിക്ഷേപമാകാം എന്നാണ് നയരേഖ പറഞ്ഞത്. പക്ഷേ അവരുടെ ദൗർഭാഗ്യത്തിന് അവരുടെ പ്രമേയം എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഹരി വിറ്റഴിക്കലിൽ കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. തികച്ചും അവരുടെ പ്രമേയം എന്ത്, അവരുടെ ആശയം എന്തെന്നതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് തന്നെയായിരുന്നു നയപ്രസംഗം, നയരൂപീകരണം എന്നുള്ളത്, നയരേഖ എന്നുള്ളത്. ശ്രീ B ജയരാജ്, CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ടി വ്യക്തി കേന്ദ്രീകൃതമായോ? ഇതിനു മുമ്പ് ഒരു സർക്കാരിൻ്റെ കാര്യത്തിലും നേരത്തെ തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നൊരു പരിപാടി CPM-നില്ല. ആദ്യമേ അതുകൊണ്ട് തന്നെ ഒരു സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. അതുകൊണ്ട് ആ ചോദ്യം തന്നെ തെറ്റാണ്, തെറ്റെന്ന് തന്നെ പറയുന്നു. ഒരു നിമിഷം, സമ്മേളനത്തിന്റെ അവസാനം ആര് നയിക്കണമെന്ന് തീരുമാനിക്കും. ശ്രീ B ജയരാജ്, ഒരു നിമിഷം. സമ്മേളനത്തിന്റെ അവസാനം MV ഗോവിന്ദന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന നിരവധി വാക്കുകളിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു വയ്ക്കുന്നത്. ഞാനത് വായിക്കാം. അതായത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ പിണറായി വിജയൻ നയിക്കുന്ന 3ാം സർക്കാരിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്, CPM എന്ന പാർട്ടിക്ക് എപ്പോഴാണ് ഇത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാകാൻ കഴിഞ്ഞത് എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്.
ഇപ്പോൾ ഓൾറെഡി റൂൾ ചെയ്യുന്ന പിണറായി വിജയനാണല്ലോ. ഇലക്ഷനെ നേരിടണമെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കണമല്ലോ നേരിടുന്നത്. മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ആ വൈരുദ്ധ്യം. ആ വൈരുദ്ധ്യം അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് കേട്ടാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം സർക്കാരിലേക്കാണ് നമ്മുടെ യാത്ര എന്ന് പറയുമ്പോൾ സാധാരണക്കാർ എന്താണ് വിചാരിക്കുന്നത്? സാധാരണ നയിക്കുക എന്ന് പറയുന്നത് പ്രധാനമായ ഒരു സ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. പിണറായി വിജയൻ അല്ലാതെ വേറൊരാൾക്ക് നയിക്കാനുള്ള അങ്ങനെയല്ല. ഇപ്പൊ രാഷ്ട്രീയ VS നയിച്ചപ്പം VS ആണ് മുഖ്യമന്ത്രി ആയത്, പിണറായി അല്ലേ മുഖ്യമന്ത്രി ആയത്? കാരണം അന്ന് VS-നെ ഉപയോഗിക്കണമായിരുന്നു. VS-ന്റെ പേരില്ലായിരുന്നെങ്കിൽ പാർട്ടി കൂപ്പുകുത്തുമായിരുന്നു. അതുകൊണ്ട് VS-നെ കരുവാക്കിയതാണ്. അത് നിങ്ങളുടെ താല്പര്യപ്രകാരം രോഹിണി, താങ്കളുടെ താല്പര്യപ്രകാരം താങ്കൾ വ്യാഖ്യാനിക്കുകയും എൻ്റെ താല്പര്യപ്രകാരം ഞാൻ സംസാരിക്കുകയും ചെയ്യും. അത് രണ്ട് വ്യത്യസ്ത ചേരികളാണ്. ഇപ്പം 2 സമാന്തര രേഖകളാണ്. അതൊരിക്കലും ഒരുമിച്ച് പോകാൻ പോകുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ കേൾക്കുക. 38,000-ലധികം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ വ്യക്തമായി നടത്തി. അതിനുശേഷം ഏതാണ്ട് 2,000-ലധികം ലോക്കൽ സമ്മേളനങ്ങളും 200-ലധികം ഏരിയ സമ്മേളനങ്ങളും 14-ലധികം ജില്ലാ സമ്മേളനങ്ങളും നടത്തിയതിന് ശേഷമാണ് സംസ്ഥാന സമ്മേളനം എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. ഈ സംസ്ഥാന സമ്മേളനത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, അന്തർദേശീയ വിഷയങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടം. 2, ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് അത് തന്നെയുണ്ട്, ദേശീയ വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന 2ാമത്തെ ഘട്ടം. 3ാമത്തെ ഘട്ടമാണ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് വരുന്നത്. ഇതൊരു സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആയതുകൊണ്ടാണ് സെൻട്രൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് പരാമർശിച്ച് പറയാത്തത്. ആരുമായിട്ട് ബന്ധം വേണം? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ സീതാറാം യെച്ചൂരിയാണെന്ന് സീതാറാം യെച്ചൂരിയുടെ മരണശേഷമെങ്കിലും പല കോൺഗ്രസ്സുകാർക്ക് സമ്മതിക്കേണ്ടി വന്നല്ലോ. അതുപോലെ സുർജിത്ത് ആയിരുന്നല്ലോ 1ാം UPA സർക്കാരിൻ്റെ ശില്പികളിൽ പ്രധാനി എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് സംസാരിപ്പിച്ചത് എങ്ങനെയാണ്? ഒരുമിച്ച് കേന്ദ്രത്തിൽ നിൽക്കുകയും കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് കെജ്രിവാളിനെ ജയിലിലടച്ചതുപോലെ പിണറായി വിജയനെ ജയിലിലടയ്ക്കണമെന്ന് പറഞ്ഞ ആളല്ലേ രാഹുൽ ഗാന്ധി. അതിനല്ലേ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയൻ മറുപടി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ, അത് 2ാമത്തെ വിഷയം. പിന്നീട് ഈ സമ്മേളനത്തിൽ ചർച്ചയായത് 2ാം ഘട്ടമായിട്ട് ചർച്ചയായത് ഈ നയരേഖയാണ്. ഈ നയരേഖയിൽ കേന്ദ്രം നടപ്പിലാക്കുന്ന രീതിയിലല്ല ഇവിടെ ഓരോന്നിനും. നമ്മൾ വായ്പ എടുക്കുന്നതിന് പല പരിധികളുണ്ട്. ഞാനിപ്പോൾ ഒരു കട നടത്തുകയാണ്. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കുറേ പണം വായ്പ എടുത്ത് കട നടത്തുന്നു. അതിൻ്റെ അർത്ഥം ആ വായ്പ തന്ന ആൾ എൻ്റെ കടക്കകത്ത് കയറിയിരുന്ന് കച്ചവടം ചെയ്യാൻ അനുവദിക്കുക എന്നല്ല. അതുകൊണ്ട് നമ്മൾ വായ്പകൾ സ്വീകരിക്കുമ്പോഴും സ്വകാര്യ മൂലധനം സ്വീകരിക്കുമ്പോഴും അതിന് കാണാ ചരടുകളില്ലാതെ ചരടുകളില്ലാത്ത സംവിധാനങ്ങളെയാണ് മൂലധന ക്ഷണനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂലധനം ക്യാപിറ്റൽ മൂവ്മെൻ്റ് ഇല്ല. ദാസ് ക്യാപിറ്റൽ തന്നെ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് മൂലധനം, സ്വകാര്യ മൂലധനം തെറ്റാണെന്നൊന്നും എങ്ങും പറയുന്നില്ല. 1957 EMS സർക്കാരിൻ്റെ കാലം തൊട്ട് ഗ്വാളിയർ റൈൻസിനെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ കമ്പനി നടത്തിയപ്പോഴും കോഴിക്കോട് നടത്തിയപ്പോഴും അതിനുശേഷം പിന്നെ ചാലിയാറിൽ വിഷമൊഴുക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിരെ സമരം ചെയ്യുകയും കേരളത്തിൽ ഇത്തരത്തിലുള്ള ബിഗ് ഇൻഡസ്ട്രീസ് പറ്റത്തില്ലെന്ന് മനസ്സിലാവുകയും നമുക്ക് പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ഒരു റൂമിനകത്ത് നടത്തുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ മാത്രമേ നമുക്ക് പ്രസക്തമുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടപ്പുകളിലേക്ക് നമ്മൾ തിരിഞ്ഞത്. ആ സ്റ്റാർട്ടപ്പുകളിലാണ് യൂറോപ്യൻ യൂണിയൻ നടത്തിയതിനേക്കാളും 242% അധികം നമ്മൾ വളർച്ച ഉണ്ടാക്കിയെന്നും അത്രയധികം സ്റ്റാർട്ടപ്പുകൾ ഇവിടെ ഉണ്ടാക്കിയെന്നും ഗ്ലോബൽ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കിയെന്നും നമ്മൾ പറയുന്നത്. ഇത് പബ്ലിക് റിലേഷൻ വർക്ക് എന്നൊക്കെ കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ചെങ്കിലും വസ്തുതകളായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ കാര്യം മനസ്സിലാകും. പിന്നെ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് ഒരു ആരോപണമായിട്ട് പറഞ്ഞത്. ഗവൺമെൻറ് എന്തു ചെയ്തു എന്നുള്ളത് എല്ലാ വർഷവും കൃത്യമായി ഈ നയപരിപാടികൾ, അതായത് ഇതുണ്ടല്ലോ പ്രകടന പത്രികയിൽ പറയുന്നുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. ഈ ജൂലൈയിൽ ആ പ്രോഗ്രസ് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിൽ ഈ വർഷം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര ശതമാനം ഇനി ചെയ്യാനുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പിന്നീട് കനകോലുവിൻ്റെ സിദ്ധാന്തം പറയുകയാണെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ല എലക്ഷൻ ജയിക്കുന്നത്, വികാരങ്ങളാണ് എലക്ഷൻ ജയിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാർ. അങ്ങനെയുള്ള ഉപദേശമാണ് കനകോലു സിദ്ധാന്തം വഴി അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ഇമോഷണലി അതിനകത്ത് വീണ് കിടക്കുന്നവനെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തവനെയും ഒക്കെ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. കൊല്ലത്ത് തന്നെ, കൊല്ലം പട്ടണത്തിനകത്ത് തന്നെ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് വന്ന ജയമോഹനേക്കാളും എത്രയോ മികച്ച നേതാക്കന്മാർ, എണ്ണി പറഞ്ഞു തരാൻ പേരെടുത്ത് പറയാൻ പറ്റിയ എത്രയോ മികച്ച നേതാക്കന്മാർ കൊല്ലം സിറ്റിക്കകത്ത് തന്നെയുണ്ട്. അതിൽ നിന്ന് ഒരു നേതാവ് പോലും എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ടില്ല.
ഒരു നേതാവ് പോലും വന്നിട്ടില്ലെന്നാണ്. എല്ലാം വരുന്നത് പത്തനാപുരത്തു നിന്ന് വരും, കൊട്ടാരക്കരയിൽ നിന്ന് വരും, സബോബ്സിൽ നിന്നാണ് വരുന്നത്, റൂറൽ ഏരിയയിൽ നിന്നാണ് വരുന്നത്, ചാത്തന്നൂരിൽ നിന്ന് വരും. കൊല്ലം നഗരത്തിനുള്ളിൽ നിന്ന് ഒരു നേതാവ് പോലും കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതായത് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള, പാർട്ടിയിൽ ആക്സസ് ഉള്ള ഒരാൾ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി അടക്കുകയാണോ? അവരെല്ലാം അച്ചടക്കമുള്ള സഹാക്കളായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ സഹാക്കളെ വിലയിരുത്തൽ നടത്തുകയും വിമർശനം നടത്തുകയും സ്വയം വിമർശനം നടത്തുകയും ചെയ്തിട്ടാണ് ഓരോ പാർട്ടി സമ്മേളനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പാർട്ടി സമ്മേളനങ്ങളിനകത്ത് പിണറായിക്കെതിരെ വിമർശനം നടന്നോ, അതല്ലെങ്കിൽ എം.വി. ഗോവിന്ദനെതിരെ വിമർശനം നടന്നോ എന്നുള്ളത് അതിൽ പങ്കെടുത്ത പ്രതിനിധികളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിനകത്ത് ആരും വിമർശനത്തിന് അതീതരല്ല. പ്രകാശ് കാരാട്ടിനെ അടക്കം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരുടെ അതിന് വിശദീകരണം കൊടുക്കും. ഈവൻ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ലോക്കൽ കമ്മിറ്റിയിൽ കുറച്ചുകൂടെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഏരിയ കമ്മിറ്റിയിൽ കുറച്ചുകൂടെ കാലിക പ്രസക്തമായ പ്രത്യയശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങൾ വരും. ജില്ലാ കമ്മിറ്റിയിലാകുമ്പോൾ പ്രത്യയശാസ്ത്ര വ്യക്തതയെക്കുറിച്ചുള്ള ധാരണ വരും. അപ്പോഴാണല്ലോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വിശദീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മാർക്സിസവും നിയോ മാർക്സിസവും തമ്മിലുള്ള വ്യത്യാസവും വിശദീകരിക്കേണ്ടി വരും. മാറിയ ലോക സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. അപ്പോൾ നമ്മൾ ശ്രീനിവാസൻ സിനിമയിൽ പറയുന്ന പോലെ പോളണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തെങ്കിലും നിങ്ങൾ പറയുമ്പോൾ ചെക്കസ്ലോവാക്യയിലേക്ക് പോകുന്നു, ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും നിങ്ങൾ യു.പിയിലോട്ട് പോകുന്നു, മഹാരാഷ്ട്രയിലേക്ക് പോകുന്നു, നിങ്ങളുടെ സംസ്ഥാനത്തേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്യുന്ന അല്ലാതെ ഇതിനകത്ത് നടക്കുന്ന വസ്തുതകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഏകശിലാരൂപമായ ഒരു പാർട്ടിയാണെന്നും ഒരു നേതാവിനെ. ശ്രീ ബി ജയരാജ്, പാർട്ടി അച്ചടക്കത്തിൽ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പിണറായി വിജയന് മേൽ ഏൽക്കാത്തത്? ഇപ്പോൾ ജ്യോതി ബസുവിൻ്റെ കാര്യമാണെങ്കിലും എത്ര ടേൺ ഒരാൾക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റും? ജ്യോതി ബസ് മാക്സിമം ടേൺ മുഖ്യമന്ത്രിയായിരുന്നതാണ്. അവസാനം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചപ്പോൾ പാർട്ടി വേണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആളാണ് ജ്യോതി ബസു. അതിനുശേഷമാണ് ബുദ്ധദേവ് ദാസ് ഗുപ്ത വരുന്നതും അതിനുശേഷം പിന്നെ സിംഗൂരും നന്ദിഗ്രാമം ഉണ്ടാകുന്നത്. അട്ടിമറിയുടെ ഭാഗമായിട്ട് ബംഗാളിലും അതിനെ തുടർന്ന് മണിക് സർക്കാർ ഒരു മുറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഏറ്റവും പാവപ്പെട്ടവനായ മുഖ്യമന്ത്രിയായിരുന്നു ത്രിപുരയിലെ. അവിടെയാണ് ഇന്ന് അവിടെ മൊത്തം ടോപ്പിൾ ചെയ്തുകൊണ്ട് മറ്റു പല സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ആയുധം മൂലവും അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുകയൊക്കെയാണ് അവിടെ അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടവും വേരോടെ പിഴുത് കളഞ്ഞു, നശിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നതൊന്നും ഊറ്റമായിട്ടും നേറ്റമായിട്ടൊന്നും ആരും അവതരിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കെ.ജി. ശങ്കരപിള്ളയുടെ കവിതയിൽ പറയുന്നത് ബംഗാളിൽ നിന്നുള്ള വാർത്തയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അല്ല, ഇവിടെ പിണറായി വിജയൻ ഈ പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി എന്തുകൊണ്ട് പ്രസക്തമാകുന്നില്ല എന്നുള്ള ഒരു സ്വാഭാവിക സംശയം നമ്മളെപ്പോഴും സാധാരണക്കാരൻ്റെ കണ്ണുകൊണ്ടാണല്ലോ വിവക്ഷിക്കേണ്ടത്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞു വികാരമാണ് തെരഞ്ഞെടുപ്പിനെയൊക്കെ അളക്കുന്നത് എന്നുള്ളത്. സാധാരണക്കാർക്കും ഉണ്ടാകുമല്ലോ ഇത്തരം വികാരങ്ങളൊക്കെ. തീർച്ചയായിട്ടും പാർട്ടി മെമ്പർമാരുടെ വികാരങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ സാധാരണക്കാരന്റെ വികാരത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. വികാരത്തിന്റെ പേരിലല്ലല്ലോ പല തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മൾ യുക്തിപരമായിട്ടാണല്ലോ തീരുമാനം എടുക്കുന്ന ആളുകളാണല്ലോ. വികാരത്തിന്റെ തള്ളിച്ചയിൽ ഫ്ലക്സ് വെച്ച് ആർമി ഉണ്ടാക്കിയും അല്ലെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയല്ലോ. പാർട്ടി അണികളുടെ വികാരം, ഒപ്പം ഈ ന്യായീകരണ തൊഴിലാളികളുടെ വികാരം, അതൊക്കെ എവിടെയാണ് കൂടുതൽ പ്രായോഗികമാകുന്നത്? അത്തരത്തിൽ വികാരങ്ങളെയൊക്കെ നമുക്ക് മാറ്റിമറിച്ച് സൗകര്യപ്രദമായി വിനിയോഗിക്കാമെന്നുള്ളതാണ്. ശ്രീ എൻ ശ്രീകുമാർ, സമാപന സമ്മേളന പ്രസംഗത്തിൽ എം.വി. ഗോവിന്ദൻ കോൺഗ്രസിനെ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ബി.ജെ.പിക്ക് ഒരു ബദലാകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല, പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല, മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് വച്ചു പുലർത്തുന്നുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മൂന്നാം ഭരണം അവർ ലക്ഷ്യം വയ്ക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ അവർ പരിഗണിക്കുന്നേയില്ല എന്ന് മാത്രമല്ല, ആദ്യ ദിവസത്തെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് ബി.ജെ.പി വളരെ ശക്തി കേന്ദ്രമായി തന്നെ പല മേഖലകളിലും വളർന്നു വരുന്നുണ്ട്, അവരുടെ സ്വാധീനം വളരെ ഭയത്തക്ക രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്, CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം ബി.ജെ.പിയിലേക്ക് വോട്ട് ചോർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ക്ഷീണം അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത ഇതൊക്കെ തങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം CPM വച്ചു പുലർത്തുന്നുണ്ടോ? നോക്കൂ ശ്രീമതി രോഹിണി, അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-നുണ്ടായ വിജയം പിണറായി വിജയൻ മറച്ചു വെച്ചാലേ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ.
കോൺഗ്രസിനെ അവർക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ കേരളത്തിൽ. കാരണം UDF ആണ് അവരുടെ മുഖ്യ എതിരാളി. BJPയോട് CPM-ന് ശത്രുതാ മനോഭാവം ഇല്ലെന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ. കാരണം സാധാരണയിൽ പഴയ കാലത്താണെങ്കിൽ BJP ബന്ധം ആരോപിച്ച് ഒരു നേതാവിനെ പാർട്ടി നടപടിയെടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമായിരുന്നില്ല. EP ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിലനിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ആ പാർട്ടി ഉൾക്കൊള്ളുന്നു എന്ന് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം? BJPയുമായിട്ടുള്ള ഒരു പാലമായിട്ട് അദ്ദേഹം വർത്തിച്ചു എന്ന് പാർട്ടിക്ക് തോന്നിയുകൊണ്ടാണ്. കേരളത്തിലെ CPM-ന് BJPയോടുള്ള താല്പര്യം നമുക്ക് ഞാൻ ഈ ജനം TV ഇരുന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പിണറായി വിജയൻ എന്തുകൊണ്ടാണ്, CPM എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ മോദി ഗവൺമെൻറ്റിനെ കുറിച്ച് മുൻപ് അവർ പറഞ്ഞ നിലപാട് മാറ്റുന്നത്? അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പണ്ടും അങ്ങനെയാണ് പറഞ്ഞതെന്നാണ്. പണ്ടും പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ പ്രസംഗിക്കുമ്പം വേറെ രീതിയിലാണ്. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്നല്ല എല്ലാവരും പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത്, ഈ സമ്മേളനത്തിൽ എന്താ പറയുന്നത്, അത് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല, ഫാസിസ്റ്റം അത്രയ്ക്ക് അങ്ങോട്ടോടെ വന്നിട്ടില്ലെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷം ഈ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വിരുദ്ധ CPM വിരുദ്ധ വോട്ടുകൾ അത് കോൺഗ്രസിന് പോകാൻ പാടില്ല, വേണമെങ്കിൽ നിങ്ങൾ BJPക്ക് ചെയ്തോളൂ, അപ്പോഴും കോൺഗ്രസിന് ചെയ്യരുത്. ഈ ഒരു സന്ദേശം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ BJPയോട് CPM-ന് വലിയ ശത്രുതയില്ല എന്ന് വ്യക്തമാക്കി പാർട്ടി. യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ EP ജയരാജൻ ഈ സ്ഥാനത്തേക്ക് തിരിച്ചു വരില്ല. കാരണം ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് പ്രകാശ് ജാവദേക്കറെ കണ്ടതിനാണോ പാർട്ടിയുടെ നടപടി എന്ന് ചോദിച്ചപ്പോൾ അതും ഉൾപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ സംഘടനാപരമായ നടപടിയല്ലെന്ന് പറഞ്ഞു, പക്ഷേ അതും മാറ്റിയതിൽ ഉൾപ്പെടുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ പിടിച്ച് സെക്രട്ടേറിയറ്റിലാക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? മാത്രമോ അതിനൊപ്പം തന്നെ P ജയരാജനെ ഒഴിവാക്കുകയും ചെയ്തു. ഇനി അതൊക്കെ പോട്ടെ, ഈ പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ രണ്ടാം ഘട്ടം ചർച്ച ചെയ്യുന്നത്. BJPയെക്കുറിച്ചുള്ള പാർട്ടിയുടെ സമീപനം എന്താണെന്ന് ഈ പാർട്ടിയുടെ സമ്മേളനം വ്യക്തമാക്കിയോ? കോൺഗ്രസിനെ കുറിച്ചുള്ള സമീപനം എന്താണ് ഈ സമ്മേളനം വ്യക്തമാക്കിയോ? പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ പുതുവഴിയിലേക്കുള്ള കേരളത്തിലേക്ക് പുതിയ നവകേരളത്തിൻ്റെ പുതുവഴികളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ LDF-ന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണ്ടേ? അത് നടപ്പാക്കണമെങ്കിൽ ഈ നമ്മുടെ ആശാവർക്കർമാരുടെ സമരം ഒത്തീർപ്പാക്കണ്ടേ? അതുമല്ലെങ്കിൽ നമ്മുടെ ക്ഷേമ പെൻഷൻ 2500 രൂപ ആക്കുമെന്നുള്ള LDF ഗവൺമെൻറ് വാഗ്ദാനം നടപ്പാക്കണ്ടേ? അത് നടപ്പാക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നയവ്യതിയാനം എന്നുള്ളത് അവർക്കൊരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. കോൺഗ്രസിലും UDF-ലും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും CPM ഇത് തന്നെയാണ് പറയുന്നത്. അവർക്ക് BJPയുടെ ഒരു ചെറിയ മൃദു സമീപനം എന്നും ഉണ്ട്. കാരണം അവർക്ക് പഴയ കാലത്ത് CPM-ന്റെ നിലപാട് ഓരോ തരത്തിലായിരുന്നു. കാരണം വെച്ചാൽ അത് ചില സമയത്ത് ക്രൈസ്തവരോടാണ്, ചില സമയത്ത് മുസ്ലിങ്ങളോടാണ്. ഇപ്പം BJPക്ക് താല്പര്യം കൂടുതൽ ഹൈന്ദവരോടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈന്ദവ താല്പര്യങ്ങൾ മൃദു ഹിന്ദു സമീപനം, ഹൈന്ദവ സമീപനം എന്നാണ് BJP CPM കോൺഗ്രസിനെ കളിയാക്കിയിരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് പാർട്ടി നിയോഗിച്ച സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന അനന്തഗോപനെയല്ലേ? കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രമൊക്കെ മാറുകയാണ് ശ്രീമതി രോഹിണി. പഴയ കാലത്ത് ഏതെങ്കിലും ഒരു CPM അനുഭാവിയെ അവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളൂ. ഇത് നേരെ മാറുന്നു. പാലക്കാട് പ്ലീനമെടുത്ത ചില തീരുമാനങ്ങൾ പാർട്ടി നടപ്പാക്കുന്നില്ല. ഇപ്പോൾ പാർട്ടി എന്താണ് പറയുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇപ്പോൾ പറയുന്നത് പാർട്ടിയിലെ സഖാക്കൾക്ക് വലിയ രീതിയിലുള്ള ഒരു കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഈ പാർട്ടിയെ സമീപിക്കാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതായത് വളരെ ഫ്ലെക്സിബിളായിട്ട് ഇപ്പോൾ പാർട്ടി പോവുകയാണ്. അതായത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ പാർട്ടിക്ക് കൃത്യമായിട്ടൊരു നയമില്ല. കൃത്യമായ നയമില്ലെന്ന് മാത്രമല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഇത് മനസ്സിലാകാത്തൊരു പാർട്ടിയാണ് CPI. അതുകൊണ്ടാണ് CPI സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന് പറഞ്ഞത്. ഈ നയരേഖയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനിത് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ പഠിച്ചിട്ട് അഭിപ്രായം പറയാം. പഠിച്ചിട്ട് അഭിപ്രായം പറഞ്ഞെങ്കിൽ രണ്ട് കാര്യത്തിൽ ഒരു വിയോജിപ്പ് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒന്ന് പാലക്കാട് ബ്രൂവറിയുടെ കാര്യം, രണ്ട് സർവകലാശാലകളിലെ വിദേശ മൂലധനത്തിൻ്റെ കാര്യം, കേരളിൻ്റെ കാര്യം ആദ്യമേ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മുന്നണി സംവിധാനത്തിൽ പോലും CPM അവരുടെ നയങ്ങൾ വ്യക്തമാക്കുന്നില്ല. ഭരിക്കാനുള്ള മിനിമം പരിപാടി, അവരുടെ ഭരണം ഒരു വികാരം, അതാണ് ഇന്ന് CPM-നെ ഗ്രസിച്ചിരിക്കുന്നത്. അതായത് ഭരണത്തിലേക്കുള്ള വഴി. അപ്പോൾ കോൺഗ്രസിനല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ BJPയും LDF-ഉം അല്ലല്ലോ മുഖ്യ ശത്രുക്കളെ. കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു എന്നും BJP ആണ്, സംശയം വേണ്ട.
പക്ഷേ കേരളത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രു CPM ആണ്. കാരണം ഇവിടെ CPM മുന്നണിയാണ് കോൺഗ്രസ് മുന്നണിക്കെതിരായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പറയും കേരളത്തിൽ CPM മുന്നണിയാണ് ഞങ്ങളുടെ എതിരാളി, കാരണം അവർ ഭരണവർഗമാണ്, അവർ ചെയ്യുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടും. മറിച്ച് അപ്പുറത്ത് അവർ കോൺഗ്രസിനെയാണ് മുഖ്യ എതിരാളിയായിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ BJP അല്ല. അങ്ങനെ BJP അല്ല എന്ന് CPM പറയാതെ പറയുന്നൊരു ഘട്ടത്തിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രവർത്തകർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരണോ അതോ CPM തന്നെ തുടർന്നും വരണോ എന്നൊരു ചോദ്യം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ BJPക്ക് മുഖ്യശത്രു കോൺഗ്രസ് ആണ്. അപ്പോൾ BJP പ്രവർത്തകരെ BJP എന്തായാലും കേരളത്തിൽ അധികാരം പിടിക്കില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ ആ വോട്ടുകൾ കൂടി തങ്ങൾക്ക് തരൂ എന്നാണ് CPM പറയുന്നത്. വളരെ ലളിതമല്ലേ കാര്യങ്ങൾ? അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ BJP അവരെ തലോടിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടോ എന്ന് പാർട്ടി നോക്കുമ്പോഴാണ് അങ്ങനെ എതിർക്കുന്നവർ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് പാർട്ടി ചിന്തിച്ചതും ചിലരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചതും. ഒരൊറ്റ കാര്യം പറഞ്ഞ് നിർത്താം. ഈ സെക്രട്ടേറിയറ്റ് രൂപീകരണം ഇപ്പോൾ തന്നെ നടത്തി. അത് പാർട്ടിയിലെ ഇപ്പോഴത്തെ പുതിയ ഒരു ഐക്യമാണെന്നാണ് പറയുന്നത്. അതല്ല. കാരണം ഈ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ രൂപീകരിക്കുന്നത് എതിർപ്പില്ലാത്തതുകൊണ്ടാണ്. എതിർപ്പെന്ന് വെച്ചാൽ എതിർപ്പുള്ളവരുണ്ടെന്ന് പത്മകുമാർ കാണിച്ചു തന്നു. നാളെ നമുക്ക് അറിയാം ആരൊക്കെ പുറത്ത് എന്തൊക്കെ പറയുന്നത് നമുക്കറിയാം. എതിർപ്പുണ്ടെന്ന് ഉറപ്പായില്ലേ? പത്മകുമാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതുപോലെ ഒരു 10 പേരെങ്കിലും കാണുമല്ലോ. ആ 10 പേരുടെ അഭിപ്രായമാണ് പത്മകുമാറിനോട് പുറത്തു വന്നത്. പത്മകുമാർ പറഞ്ഞ ഇത്രേ ഉള്ളൂ, പാർട്ടിയിലെ ഒരുപാട് കാലം പ്രവർത്തിച്ചവർ തഴയപ്പെടാൻ പാടില്ല. ഇപ്പൊ 2 പേരുടെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ, ഈ ജയരാജനെ കുറിച്ചും പത്മകുമാറിനെ കുറിച്ചും സംസാരിച്ചല്ലോ. അത് മാത്രവുമല്ല, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇട്ടപ്പോൾ തന്നെ ജനം TV അദ്ദേഹത്തിനെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടിരുന്നു. വാർത്തയിൽ അദ്ദേഹത്തിനോട് പ്രതികരണം ചോദിച്ചത് പറഞ്ഞത് എന്റെ മാത്രം കാര്യമല്ല, പല അണികൾക്കും ഇത്തരത്തിലുള്ള വിദ്വേഷമുണ്ട് എന്ന് തന്നെയാണ് തുറന്നു പറഞ്ഞത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അതാണ് സുതാര്യമല്ലെന്ന് വ്യക്തമായല്ലോ. ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? എല്ലാവരും ഐകകണ്ഠ്യേന പിണറായി വിജയന്റെ പിന്താങ്ങി, ഒരു പ്രശ്നവും പാർട്ടിക്കുള്ളിലില്ല, വിഭാഗീയതയുള്ളത് അടിത്തട്ടിലാണ്. അതെന്താ പറയാൻ കാരണം എന്നറിയോ ശ്രീമതി രോഹിണി? അത് പറയാൻ കാരണം നമ്മൾ കണ്ടു, കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പ്രകടനം നടത്തുന്നത് നമ്മൾ കണ്ടു, TV-യിലൂടെ നിങ്ങളും കാണിച്ചു. കൊഴിഞ്ഞാമ്പാറയിൽ ബദൽ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു. സംസ്ഥാന കമ്മിറ്റി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ വിഭാഗീയത ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടാൻ നോക്കി. പക്ഷേ അത് പൊളിഞ്ഞുപോയി. എങ്ങനെയാ പൊളിഞ്ഞത്? പത്മകുമാർ നിസ്സാരക്കാരനാണോ? പത്മകുമാർ വലിയ നേതൃതലത്തിലുള്ള ആളൊന്നുമല്ല, ശരിയാ. പക്ഷേ CPM-ന്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ പിണറായി ഗ്രൂപ്പിലത്തെ പ്രമുഖനായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിൽ നിന്നുള്ള MLA ആയിരുന്ന പത്മകുമാർ. ആ പത്മകുമാറാണ് പറഞ്ഞത്, എനിക്കിതിലെ എന്നെ അവർ തഴഞ്ഞതിൻ്റെ കാരണം ഞാൻ പ്രവർത്തന പരിചയമുള്ള ആളെ തഴഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാതെ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഞാൻ ഇവിടെ അദ്ദേഹം പറയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തി കൊടുക്കുന്നില്ല. പക്ഷേ ഈ സംസ്ഥാന കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പും സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പും വ്യക്തമാക്കുന്നത് പാർട്ടി എന്ത് തീരുമാനിച്ചോ അത് കൈയടിച്ച് അംഗീകരിക്കണം. ഇപ്പൊ MP രാജേഷ് സംസ്ഥാന കമ്മിറ്റി ഇല്ല നമ്മൾ പറഞ്ഞു. MP രാജേഷ് എന്തുകൊണ്ടാണ് നമുക്കറിയാം. അത് ശ്രീ B ജയരാജിലേക്ക് ചോദിക്കാം. പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവോ എന്നുള്ളതാണോ അതോ പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ എന്നുള്ളതാണോ? ശ്രീ B ജയരാജ്, നവകേരളത്തിന്റെ പുതുവഴികളിൽ സംസ്ഥാന സെക്രട്ടറിക്കാണോ പ്രാധാന്യം അതോ പിണറായി വിജയനാണോ പ്രാധാന്യം? പാർട്ടി സമ്മേളനത്തിൽ 2ാം സ്ഥാനത്ത് വരുന്നൊരു കാര്യമാണ് ഈ രേഖ എന്ന് പറയുന്നത്. ഈ രേഖ കേരളത്തിൽ അവതരിപ്പിച്ചത് ഈ പറഞ്ഞ കണക്കോലെ ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടൊക്കെ മധുര സമ്മേളനത്തിലാണ് നമ്മൾ എടുക്കുന്നത്. കോൺഗ്രസിനോട് എന്ത് സമീപനം എടുക്കണമെന്നും പിന്നെ BJP-യോട് എന്ത് സമീപനം എടുക്കണമെന്നൊക്കെ തീരുമാനം എടുക്കുന്നത് മധുര സമ്മേളനത്തിലാണ്. ഇത് കേരള സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ്. മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. പിന്നെ ഈ പറഞ്ഞത് നോക്കുമല്ലോ, ഈ 38,000 സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു കരുനാഗപ്പള്ളിയും കൊഴിഞ്ഞാമ്പാറയും കൊണ്ട് ഇതിനകത്തൊക്കെ അങ്ങ് വിഭാഗീയതയാണെന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര തമാശയായിട്ട് തോന്നി. അതുപോലെ ഒരു പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അയാളൊരു ex-MLA ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുണ്ട്. അതല്ലേ ഞാൻ കൊല്ലം ജില്ലയുടെ ഉദാഹരണം പറഞ്ഞത്. കൊല്ലം സിറ്റിക്കകത്ത് എനിക്കറിയാവുന്ന എത്രയോ അധികം ആളുകളുണ്ട്, എത്രയോ ലീഡേഴ്സുണ്ട്, എത്ര പേര് മരിച്ചു പോയവരുണ്ട്. അവരാരും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറിയിലോട്ടും വന്നില്ലെന്ന് പറഞ്ഞതിനൊക്കെ പോസ്റ്റ് ഇട്ടും കരഞ്ഞു വിളിച്ച് നടന്നവരൊന്നുമല്ല. അവരൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കാരായിട്ട് തന്നെ ജനിച്ചു, പാർട്ടിക്കാരായിട്ട് തന്നെ മരിക്കുകയും ചെയ്തു. അല്ലാതെ അവരാരും വ്യതിചലിച്ചൊന്നും പോയിട്ടൊന്നുമില്ല. അതാണ് പാർട്ടി അച്ചടക്കം എന്നൊക്കെ പറയുന്നത്. അത് ഈ പറഞ്ഞ കണക്കോലെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ കഴിവുകളനുസരിച്ച് അവരവർക്ക് യോജിക്കുന്ന കൃത്യമായിട്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും കൊടുക്കും.
പക്ഷെ അവിടെയാണ് ഉയർന്ന ചോദ്യം, ഇ പി ജയരാജൻ അങ്ങനെയാണെങ്കിൽ, അച്ചടക്കത്തിന്റെ പേരിലാണെങ്കിൽ ഇ പി ജയരാജൻ എങ്ങനെ സെക്രട്ടേറിയറ്റ് അംഗമായി എന്നുള്ളത്? ഇ പി ജയരാജന്റെ കാര്യം എല്ലാവർക്കും ഞാൻ പറയട്ടെ, രോഹിണി ഞാൻ പറയട്ടെ, സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇ പി ജയരാജൻ. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും? എന്തൊക്കെ വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? എനിക്കത് കേട്ടിട്ട് തന്നെ മനസ്സിലാവുന്നത്. സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാളെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്? അത് സെൻട്രൽ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെൻട്രൽ കമ്മിറ്റിയായിട്ട് മെമ്പറിനെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അത് സെൻട്രൽ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ? സെൻട്രൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടത്. അതിന് മധുര സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലാതെ ഇതിനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല. കേന്ദ്ര നേതൃത്വം അതിന്റെ സമ്മേളനത്തിൽ കാതു തുറന്നാൽ പോരെ? പാർട്ടി കോൺഗ്രസിന്റെ വാ തുറന്നാൽ പോരെ? ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. പ്രകാശ് കാരാട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പൊതുസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നയപരിപാടികൾ, ലോകത്തോടുള്ള സമീപനം എന്താണ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജയരാജ്, അങ്ങനെയല്ല. ഈ നമ്മൾ ലോകത്ത് മൊത്തം നടക്കുന്ന മാറ്റങ്ങളൊന്നും കാണുന്നില്ല. തൊട്ടടുത്ത് ശ്രീലങ്കയിലെ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത്. ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏത് രാജ്യത്തുണ്ട്? ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ രാജ്യത്തും ഇല്ല. അത് കിഴക്കൻ യൂറോപ്പിലും ഇല്ല, ലാറ്റിൻ അമേരിക്കയിലും ഇല്ല, പോളണ്ടിലും ഇല്ല, ചെക്കസ്ലോവാക്യയിലും ഇല്ല, എങ്ങുമില്ല. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയപക്ഷമാണ്. ആ പക്ഷത്തുള്ള ആളുകൾ എല്ലാ സംഘടന, അതിന് ആഗോളകരമായ ഒരു മാനമുണ്ട്. അതാണ് തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന് പറയുന്നത്. തൊഴിലാളികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അല്ലാതെ അവിടെ വർഗീയതയുടെ പേരിലും വംശീയതയുടെ പേരിലും ജാതിയുടെ പേരിലും ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പല്ല. അതെന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ കുറിച്ച് ഭാരതം എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തിരുന്നുകൊണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് വീമ്പ് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയുണ്ട്. സി ഐ ടി സമരത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സമരം വിജയിച്ചത്. കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് മുഴുവൻ ഇടതുപക്ഷക്കാരാണ്. ഒരു സ്ഥലത്ത് അധികാരത്തിലില്ലെന്ന് പറഞ്ഞ് എങ്ങും ഇല്ല എന്നൊന്നും റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ വരട്ടെ. തൊഴിലാളി സംഘടനകൾ എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടുന്നവരുണ്ട്, തൊഴിലാളികളുണ്ട്. അവിടെയെല്ലാം തൊഴിലാളി സംഘടനകളുണ്ട്. ആ തൊഴിലാളി സംഘടനകളിലെല്ലാം ചാമ്പ്യനായിട്ട് ഇടതുപക്ഷമുണ്ട്. കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെ ഇടതുപക്ഷത്തിന് അങ്ങനെ ആർക്കും റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ഏത് വലിയ സ്വേച്ഛാധിപതി ഇവിടെ വന്ന് ഭരിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അപ്പൊ 2 സീറ്റ് ആയിരുന്നപ്പോ BJPയെ കുറിച്ച് ആരെങ്കിലും ഇത് പറയുമായിരുന്നു? ജനസംഘത്തിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുമായിരുന്നു? എന്തായാലും ഈ കനലൊരു തരി മതി എന്നുള്ളൊരു ആത്മവിശ്വാസം വളരെ നല്ലതാണ്. സെറ്റിട്ട സമരമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സെറ്റിട്ട സമരമാണെന്ന് ഞാൻ അതിന്റെ മുമ്പിൽ കൂടെ പോയതാണ്. അയ്യോ പോകല്ലേ, ബിന്ദു കൃഷ്ണ പോകല്ലേ എന്ന് വിളിച്ച സ്ത്രീകളാണ് അവിടെ വന്നിരിക്കുന്നത്. ആശാവർക്കർമാരെയൊക്കെ സംഘടിപ്പിച്ച് സെറ്റിട്ട ഒരു സമാന്തര സമരം ഉണ്ടായിരുന്നു. പക്ഷെ അത് പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ച കണ്ടു. ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് CITU തന്നെയാണ്. ഈ ആശാവർക്കർമാരെ SUCI സ്പോൺസേഡ് സമരമാണ്. അതിന്റെ പിന്നിൽ ബാക്കി എല്ലാവരും കൂടെ കൂടിയെന്നേ ഉള്ളൂ. അവര് പറയുന്നതിന് ന്യായമൊന്നുമില്ല. ആന്ധ്രയ്ക്ക് 15,000 കോടി രൂപ ചർച്ച ചെയ്തത് തന്നെയാണ്. ശരി, ആളുകൾക്ക് അറിയാവുന്ന, അതിന്റെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ തന്നെ അറിയാം എന്താ നടക്കുന്നത്. ഷാബു പ്രസാദ്, തിരുത്തലിന്റെ വഴിയെ എന്തായാലും പാർട്ടി പോകും എന്ന് കരുതാൻ കഴിയുന്നില്ല. ഇനി നയരേഖയുടെ വഴിയെ ആണെങ്കിൽ പോലും ഈ നയരേഖ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ താല്പര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന്റെ വഴിയെ പോകുമായിരിക്കാം അല്ലേ? അതിനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അവർ തീരുമാനിക്കട്ടെ അതെങ്ങനെ പോവും എന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ മുമ്പിൽ ചരിത്രം സാക്ഷിയായിട്ടുള്ള ഈ പാർട്ടിയുടെ വലിയൊരു ചരിത്രം നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണ് അത് ഇവിടം വരെ എത്തിയത് എന്നുള്ള കാര്യത്തിനെ പറ്റി. പിന്നെ ഞാനിവിടെ ഇങ്ങനെ സത്യത്തിൽ ഈ ഡോക്ടർ ബി ജയരാജിൻ്റെ ആ താത്വിക പ്രഭാഷണങ്ങൾ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതായത് ലോകം മുഴുവനും ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വ്യാപിച്ച് നിൽക്കുന്ന മഹാതൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ ആ പ്രത്യയശാസ്ത്ര പോൾമയിർ കൊള്ളൽ കണ്ടിട്ട് ഇവിടെ എന്താണ് പറഞ്ഞത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടുപോയി. ശരിക്കും അന്തം വിട്ടുപോയി. ഇനിയും ഒരു കാര്യം കൂടെ, ഈ 100 വർഷത്തിന് ശേഷവും പാർട്ടി സ്ഥാപിച്ച് 100 കൊല്ലത്തിന് ശേഷവും ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളങ്ങനെ പറയരുത് എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഒരു പാർട്ടി എത്തിയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ എൻ്റെ രേണുക സാമാന്യ ബോധം മതി. ഞാനിവിടെ ഉണ്ട്, തങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കാനുള്ള ആ വ്യഗ്രതയിലാണ്
ഈ പാർട്ടി എത്തിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം കാര്യം അവർക്ക് തന്നെ അറിയാം, അവർ ഒരു സർവനാശത്തിന്റെ വക്കിലാണ് എന്നുള്ള കാര്യം. ആ ബോധ്യത്തിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. ഞങ്ങൾ ഒന്നും പോയിട്ടില്ല, ഞങ്ങൾ ഭയങ്കര കരുത്തരാണ് എന്നിങ്ങനെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ, പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെങ്കിൽ അവരുടെ ആ ഒരു സൈക്കോളജി ഇത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിന് മുമ്പുള്ള ആ ഒരു ചർച്ചയിൽ പറഞ്ഞു, ഈ പാർട്ടി ഇനി നാളെ അറബിക്കടലിൽ മുങ്ങി പണ്ടാരമടങ്ങിപ്പോയാലും ഈ പിണറായി വിജയനെ പോലെയോ EP ജയരാജനെ പോലെയോ MV ഗോവിന്ദനെ പോലെയോ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. കാര്യം ഒരു ജീവിതത്തിൽ അവർ നേടാവുന്നതെല്ലാം അവരുടെ അണികളെയും ജനങ്ങളെയും പറ്റിച്ച് അവർ നേടിക്കഴിഞ്ഞു. ഇനി എന്ത് സംബന്ധിക്കും, ഇനി ഉള്ള കാലം കൂടെ അവരങ്ങ് ഇരിക്കുക. നാളെപ്പറ്റി അവർക്കൊരു യാത്രപ്പെടേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഈ പാർട്ടിയിൽ വിശ്വസിച്ചിരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുണ്ട്, പെട്ടുപോയവരുണ്ട്. അതായത് അവരുടെ കയ്യിൽ നിന്ന് ആനുകൂല്യങ്ങൾ വാങ്ങി, ജോലി വാങ്ങി, ഭാര്യയ്ക്കും മക്കൾക്കും അനന്തരവക്കും ഒക്കെ കോപ്പറേറ്റീവ് സെക്ടറിലും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ വഴിയുമൊക്കെ ജോലിയൊക്കെ വാങ്ങി ജീവിതം സുരക്ഷിതമാക്കി പെട്ടുപോയവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺമുമ്പിൽ ഇരുട്ട് മാത്രമാണ്. ഇത് ഈ പാർട്ടിക്ക് ഇത് സംഭവിക്കുക. കാര്യം അവർക്ക് ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ട്. എന്നാൽ പിണറായി വിജയനൊക്കെ അദ്ദേഹത്തിന്റെ ജീവിത സായന്തനത്തിലാണ്. ഇനി എത്ര നാൾ 80 വയസ്സിനടുത്തായി, എത്ര നാൾ ഇനി ഉണ്ടാവും? അല്ലെങ്കിൽ എത്ര നാൾ ഇനി ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ? സ്വാഭാവികമല്ലേ, മനുഷ്യന്റെ കാര്യം. എന്നാൽ മറ്റതല്ല അവസ്ഥ. അങ്ങനെയുള്ളവർ അനുഭവിക്കുന്ന വലിയ ഒരു മാനസിക സംഘർഷമുണ്ട്. ആ സംഘർഷം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇനിയിപ്പം പറഞ്ഞില്ലേ, ഈ പിണറായി വിജയന്റെ മൂന്നാമത്, ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ശ്രീകുമാർ സാർ ക്ഷമിക്കണം. അതായത് വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ അതില്ലായിരുന്നു, ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം തന്നെ 2026 അധികാരത്തിൽ വരണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം ഈ പാർട്ടി മുടിഞ്ഞു പോകണം. അല്ല, ശ്രീകുമാർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും BJP അതിന് ചില സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നാണ്. അല്ല, അത് ഞാൻ പറയാതെ ഇപ്പം ശ്രീകുമാർ സാർ പറഞ്ഞതിൻ്റെ പറയാം. ഇവിടെ നേരത്തെ BJPക്ക് ഒരു മനോഭാവം ഉണ്ടായിരുന്നു. കാര്യം BJP ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുള്ളത്, അതായത് ഫിസിക്കലിയും എല്ലാം പ്രത്യയശാസ്ത്രപരമായും വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളത് CPM-ൽ നിന്നാണ്, ഇടതുപക്ഷത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും CPM ജയിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ, ആ രീതിയിലുള്ള സമീപനങ്ങൾ പണ്ടൊക്കെ BJP പലയിടത്തും പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കോൺഗ്രസിന് പലപ്പോഴും ഗുണമായിട്ടു. എന്നാൽ BJP അതിൽ നിന്ന് മാറി. BJP ആര് വേണമെങ്കിൽ ഭരിച്ചോട്ടെ, ഇതായാലും നമ്മുടെ വിഷയമല്ല, ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം അത് കോൺഗ്രസിന് ക്ഷീണിക്കും, ചിലപ്പം CPM-ന് അനുകൂലമായിട്ടും വന്നേക്കാം. ശരി, ശ്രീ ഷാബു പ്രസാദ് ഇടപെടുകയാണ്. ചർച്ചയുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും ആരും പ്രതീക്ഷിക്കാത്ത മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി സമാപന പ്രഖ്യാപനത്തിൽ പറയുമ്പോൾ, പക്ഷേ പാർട്ടി സമ്മേളനം പ്രതീക്ഷയ്ക്കൊത്തുയർന്നു എന്നത് തന്നെയാണ് ചോദ്യമായി അവശേഷിക്കുന്നത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.